ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അതിമനോഹരമായ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളായ നമുക്കൊരുമിച്ച് ഈ ആലയത്തിൽ ഇപ്രകാരം ഒരുമിച്ച് കൂടുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. നിങ്ങളുടെ മുൻപാകെ ഇന്നായിരിക്കുന്നതിൽ എനിക്ക് വളരെ അതിയായ സന്തോഷമുണ്ട്. ആദ്യമായി ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് പാസ്റ്റർ ജോൺ ജോർജ്. കഴിഞ്ഞ 35 വർഷമായി വടക്ക് പടിഞ്ഞാറൻ രാജസ്ഥാനിൽ താമസിച്ച് മിഷണറി പ്രവർത്തനം ചെയ്തു വരുന്നു. 37 വർഷമായി വടക്കേ ഇന്ത്യൻ വില്ലേജുകളിൽ ഒരിക്കൽ പോലും യേശു എന്ന നാമം കേട്ടിട്ടില്ലാത്ത ജനവർഗങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിപ്പാൻ വലിയവനായ ദൈവം എന്നെ ശക്തനാക്കി. ഞാൻ ദൈവത്തെ കണ്ടെത്തിയതിനെക്കുറിച്ചും വിശേഷാൽ വടക്കേ ഇന്ത്യയിലുള്ള ഗ്രാമങ്ങളിൽ നശിച്ചു പോകുന്ന ജീവിതങ്ങളുടെ മധ്യത്തിൽ അവൻ്റെ സാക്ഷിയായി വിളിക്കപ്പെടുന്നതിനും മുഖാന്തരമായി തീർന്ന എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് അല്പമായി ആരംഭത്തിൽ ഷെയർ ചെയ്യുവാൻ കഴിയുന്നതും ചുരുക്കത്തിൽ ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മരണത്തിൽ നിന്ന് ജീവനിലേക്കെന്നുള്ള പേരിൽ 2007-9 കാലയളവുകളിൽ 160 പേജുള്ള എൻ്റെ അനുഭവ സാക്ഷ്യം 9000-ഓളം കോപ്പി പ്രിൻ്റഡായും 1000കണക്കിന് കോപ്പി ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളായിട്ട് ഗൾഫ് പ്രദേശങ്ങളിലും അനേക ദൈവമക്കൾക്ക് വിതരണം ചെയ്യുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. എനിക്ക് ലഭിച്ചിരിക്കുന്ന ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ, നമ്മുടെ പര്യാപ്തമായ സമയത്തിനുള്ളിൽ ആ സാക്ഷ്യം അല്പമായി ആ എൻകൗണ്ടറിനെ കുറിച്ച് പ്രസ്താവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മല്ലപ്പള്ളി കീഴ്വാഴ്പൂരിൽ നിന്ന് മലബാറിൽ നിലമ്പൂരിൻ്റെ പ്രദേശത്തേക്ക് കുടിയേറി പാർത്ത ഒരു മർത്തോമ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പിതാമകൻ നിലമ്പൂരിലേക്ക് കുടിയേറി. എൻ്റെ പിതാവ് മിലിട്ടറിയിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. എൻ്റെ മാതാവ് പാകിസ്ഥാനുമായിട്ടുള്ള 2 യുദ്ധങ്ങളുടെ കെടുതിയും ഭീകരതയും അത് നേരിട്ട് അനുഭവിച്ച മാതാവിൻ്റെ നിർബന്ധത്തിൽ 18 വർഷത്തെ സർവീസിന് ശേഷം മിലിട്ടറിയൊക്കെ വിട്ട് റിട്ടയർമെന്റ് എടുത്ത് കൃഷി തൽപരനായി നിലമ്പൂരിലേക്ക് കടന്നു വന്ന പ്രിയ പിതാവ് കോഴിക്കോട് ഊട്ടി റോഡ് സൈഡിലായിട്ടുണ്ടായിരുന്ന 2 ഏക്കർ വസ്തുവൊക്കെ വിറ്റ് കുറച്ചധികം വസ്തു വാങ്ങി കൃഷി ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ചുങ്കത്തറ കൂട്ടപ്പാടി എന്ന് പറയുന്ന പ്രദേശത്ത് 5.25 ഏക്കർ വെറും ഭൂമി എന്ന് പറയണമെന്ന്, അതിൽ നല്ലൊരു വീടുണ്ടായിരുന്നു. അടുത്ത് തെങ്ങുംതോപ്പൊക്കെ വാങ്ങാൻ, വയലുകളൊക്കെ വാങ്ങാൻ ലഭ്യമാണ്. വസ്തു വിറ്റതിൻ്റെ പകുതി പണം പോലും ഇതിന് മുടക്കേണ്ടി വന്നില്ല. അങ്ങനെ അല്പം വസ്തുവൊക്കെ വാങ്ങി അവിടത്തേക്ക് താമസം മാറ്റിയ സമയം അയൽവക്കക്കാരെയും ദേശക്കാരെയും ആരെന്ന് തിരിച്ചറിയുവാനും പരിചയപ്പെടുവാനും സാധിക്കുന്നതിന് മുന്നമേ ഭവനത്തിലുള്ള എല്ലാവർക്കും വസൂരി പിടിച്ചു. വസൂരിയുടെ ആരംഭത്തെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ പിതാവ് രാത്രിയിൽ എന്തോ കണ്ടു, ഭയപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസം പുതുമഴ പെയ്ത സമയമാണ്. 10-18 കൂലിക്കാരുമായി പണിക്കാരുമായി കപ്പയ്ക്ക് കൂടം കൂട്ടുവാൻ, കപ്പയ്ക്ക് തടമെടുക്കുവാനായി മലയിലേക്ക്, ആ കൃഷിഭൂമിയിലേക്ക്, ഉയർന്നു കിടക്കുന്ന മല ചരിവിലൂടെ ഉയരത്തിലേക്ക് കയറിപ്പോയ പിതാവ് 10 മണിക്ക് കാപ്പി കുടിക്കുവാൻ ഇറങ്ങി വരുവാൻ കഴിയാതെ പനിച്ചു വിറച്ചാണ് കടന്നു വന്നത്. തന്നെ പിടിച്ചു കൊണ്ടുവന്ന് മലയിറക്കി കൊണ്ടുവന്ന് ഭവനത്തിൽ കിടത്തി. തൻ്റെ ശരീരം മുഴുവൻ വസൂരി പരുക്കൾ പൊങ്ങി. ഭവനത്തിലുള്ള എല്ലാവരും കനത്ത വസൂരി പരുക്കളാൽ ബാധിതരായി. അന്ന് വസൂരി എന്ന് പറഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കത്തില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുവാൻ ആരും ശേഷിച്ചിരുന്നില്ല.
ആരും സഹായത്തിനില്ലാത്ത ആ നിസ്സഹായ അവസ്ഥയിൽ ദിവസങ്ങൾ കഴിഞ്ഞതോടെ ഓരോരുത്തരായിട്ട് വസൂരി പരുക്കൾ കരിഞ്ഞു തുടങ്ങി, പനി ശമിച്ചു തുടങ്ങി, വസൂരി പരുക്കൾ കരിഞ്ഞു. എന്നാൽ പിതാവിൻ്റെ വസൂരി പരുക്കൾ വളരെ കടുത്തതായിരുന്നതിനാൽ അത് പഴുക്കുവാനും ഉണങ്ങുവാനും മുറിവുണങ്ങുവാനും എല്ലാം സമയം എടുത്തു, ദീർഘനാളുകളെടുത്തു. ദീർഘനാളുകൾക്ക് ശേഷം പരുക്കളെല്ലാം കരിഞ്ഞ് പിതാവ് കുളിച്ച ഓൺ ദ സ്പോട്ടിൽ കഴുത്തിന് കീമുറി മുഴുവൻ പാരലൈസായി എടുത്ത് കിടക്കയിൽ കിടത്തി വസ്തു വിറ്റ പണവും റിട്ടയർമെൻറ്റിൽ കൊണ്ടുവന്ന പണവും കൂടാതെ കടവും വാങ്ങി ഏകദേശം 1 വർഷക്കാലം ആയുർവേദ ചികിത്സകളെ തുടർന്ന്. എന്നാൽ പിതാവ് രോഗക്കിടക്കയിലായിരുന്നപ്പോൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ ചില ഞങ്ങളുടെ ചർച്ച് ബന്ധുമിത്രാദികൾ സത്യവിശ്വാസികളായവർ ഭവനത്തിൽ കടന്നു വരികയും സത്യവചനം ദൈവദാസന്മാരുമായി കടന്നു വന്ന് അറിയിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പിതാവ് രോഗക്കിടക്കയിൽ മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെടുവാൻ താൻ ആഗ്രഹിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അന്ന് അമ്മയ്ക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാൽ അതോടെ ഞങ്ങൾ പുതിയ സ്ഥലത്ത് വന്നു. 4 കിലോമീറ്റർ ദൂരെ പുഴയും മലയും ഒക്കെ കടന്ന് ചുങ്കത്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള UP സ്കൂളിൽ ഞാൻ 5ാം ക്ലാസ്സിൽ ചേർന്നു. ഒരു ദിവസം രാവിലെ ഇതിനോടകം നിരന്തരമായ പ്രാർത്ഥനയെ ചികിത്സകളും പ്രാർത്ഥനകളും തുടർന്ന് പിതാവ് അനങ്ങാനോ തിരിയാനോ കഴിയാതിരുന്ന അവസ്ഥയിൽ നിന്നും അത്യാവശ്യം എഴുന്നേറ്റ് നടക്കത്തക്കവണ്ണം തനിക്ക് ദൈവം ശക്തിയും വിടുതലും നൽകി. ഒരു വടിയുടെ സഹായത്താൽ അത്യാവശ്യം എഴുന്നേറ്റ് നിൽക്കുവാനും അല്പമായി നടക്കുവാനും എല്ലാം തനിക്ക് ശേഷിയായതോടുകൂടെ താൻ വളരെ സീരിയസ് ആയിരുന്നപ്പോൾ പലപ്പോഴും ഞങ്ങൾ രോഗക്കിടക്കയിൽ സ്കൂളിൽ പോകാതെ നിന്നിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം രാവിലെ ഭക്ഷണവും കഴിച്ച് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണവും എല്ലാം എടുത്ത് സ്കൂളിലേക്ക് യാത്ര പറഞ്ഞു പോകുമ്പോൾ പിതാവ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാണ് കടന്നുപോയത്. സ്കൂളിൽ ചെന്ന് ഒരു പീരീഡ് കഴിയുന്നതിന് മുമ്പ് ആള് വന്നു. തിരിച്ച് വന്ന ഞങ്ങൾ കണ്ടത് പിതാവിൻ്റെ ഡെഡ് ബോഡിയാണ്. അന്ന് 8 വയസ്സ് പ്രായമുള്ള എനിക്ക് പിതാവിൻ്റെ മരണം ഒട്ടും താങ്ങുവാനായില്ല. കാരണം പിതാവിൻ്റെ മുഖം ഇന്നും എനിക്ക് ഓർമ്മയില്ല. മോനെ എന്ന് കേട്ട ആ ധ്വനി ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. അപ്പ എന്ന് സ്നേഹത്തോടെ വിളിച്ചതായി എനിക്ക് ഓർമ്മയില്ല. ഒരു നിഴല് പോലെ അസ്ഥിയും ത്വക്കുമായി പാരലൈസായി കിടക്കുന്ന ഒരു രൂപത്തെ ഒരു ചെറിയ ഓർമ്മ, നിഴല് പോലെ ഉണ്ടെന്നത് ഒഴിച്ചാൽ പിതാവിൻ്റെ സ്നേഹമോ വാത്സല്യമോ ലഭിക്കുവാനിടയായില്ല. വടക്കേ ഇന്ത്യയിൽ നിന്ന് നേരത്തെ കടന്നു വന്ന മാതാവിന് എന്നെ കൂടാതെ ഇളയ 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു, ഒരു സഹോദരിയും സഹോദരനും. എൻ്റെ ഇളയ സഹോദരൻ ഇപ്പോൾ ഡൽഹിയിൽ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നു. അവനന്ന് 2.5 വയസ്സ് പ്രായം. എൻ്റെ അമ്മ മർത്തോമായിലായിരിക്കുമ്പോൾ തന്നെ വളരെ ഭക്തിയും ദാനധർമ്മിയും, അപ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്കും കുടുംബ പ്രാർത്ഥനയ്ക്കും വചനവായനയ്ക്കും പ്രാർത്ഥനയ്ക്കും എല്ലാം വളരെ മുൻതൂക്കം കൊടുക്കുന്ന, വളരെ ധാർമ്മികതയിൽ ആഴത്തിൽ വേരൂന്നിയ വിശ്വാസത്തിനും ഭക്തിക്കും ഉടമസ്ഥയായിരുന്ന എൻ്റെ മാതാവിൻ്റെ ഭക്തിയിലും വിശ്വാസത്തിലും ഒക്കെ തനിക്ക് സംഭവിച്ച ഈ അനർത്ഥം, നല്ല യൗവനത്തിലെ തൻ്റെ വൈധവ്യം, ചെറുപ്രായത്തിലെ ഞങ്ങളുടെ അനാഥത്വം, ദാരിദ്ര്യത്തിൻ്റെ മനോപീഡകളുടെ അവസ്ഥകൾ, ആ അവസ്ഥകളൊന്നും ഉൾക്കൊള്ളുവാനാവാതെ ദൈവനിഷേധത്തിലേക്ക് ഹൈസ്കൂൾ പഠന കാലഘട്ടങ്ങളിൽ
പരിണാമ സിദ്ധാന്തം മുതലായ ആ കാലങ്ങളിൽ വടക്കേ മലബാറിൻ്റെ പ്രദേശങ്ങളിൽ അതിശക്തമായി വേരോടിക്കൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളുമായിട്ടുള്ള നിരന്തരമായ വായനയും ഇടപെടലുമൊക്കെ എൻ്റെ ദൈവവിശ്വാസത്തെ തീർത്തും ഇല്ലായ്മ ചെയ്യുവാനിടയായി. എന്നാൽ ചുരുക്കി പറയട്ടെ, പിതാവിൻ്റെ മരണശേഷം എൻ്റെ അമ്മയും സഹോദരിമാരും എല്ലാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വേർപാടോടും വിശുദ്ധിയോടും കൂടെ ദൈവത്തെ ആരാധിച്ചു വന്നു. ഞാനും മുടങ്ങാതെ നിർബന്ധത്താൽ സൺഡേ സ്കൂളിനും സഭായോഗത്തിനുമൊക്കെ മുടങ്ങാതെ കടന്നുപോയി. ദൈവവചനം നന്നായി ബൈഹർട്ട് ചെയ്തു. പക്ഷേ ഞാൻ വിശ്വസിച്ച വചനം, ഞാൻ ബൈഹാർട്ടാക്കിയ വചനം വിശ്വാസമായിട്ട് പരിണമിക്കായികയാൽ രക്ഷയ്ക്ക് കാരണമായി തീർന്നില്ല. എന്നാൽ ഞാൻ അടുത്ത് കണ്ട ആത്മീയ മണ്ഡലങ്ങളിലൊന്നും ജീവിതത്തിൻ്റെ മൂല്യങ്ങളിലേക്ക് എന്നെ വഴി നടത്തുവാനോ സത്യവചനത്തിൻ്റെ മൂല്യതയിൽ ജീവിക്കുന്ന ജീവിതങ്ങളെ കണ്ടെത്തുവാനോ എനിക്കെവിടെയും കഴിഞ്ഞില്ല. എന്നാൽ ജീവിതത്തിൻ്റെ ദർശനവും എൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം തരുവാനും പ്രാപ്തനായ ഒരു വ്യക്തിയെപ്പോലും, ഒരു ഇടയനെപ്പോലും ലഭിക്കാതെ കൗമാരത്തിൻ്റെ ചാബല്യതകളിൽ ദൈവനിഷേധത്തിലേക്കും ജീവിത നിഷേധത്തിലേക്കും ഞാൻ കുതിച്ചുയർന്നു. വിദ്യാഭ്യാസമെല്ലാം തരം താണു. 10ാം ക്ലാസ് SLC എഴുതിയതിന് ശേഷം നാടും വീടും വിട്ടു. വടക്കേ മലബാറിൻ്റെ പ്രദേശങ്ങളിൽ, കാസർഗോഡ്, കണ്ണൂർ മേഖലകളിൽ തൊഴിലാളി യുവജന പ്രസ്ഥാനങ്ങളിൽ സംഘാടകനായി, മുന്നണി പ്രവർത്തകനായി ജീവിച്ചു. സർവസ്ഥിതി സമത്വമായ കമ്മ്യൂണിസവും സാമ്പത്തിക സ്ഥിതി സമത്വമായ സോഷ്യലിസവും മുതലായ ഉട്ടോപ്യൻ ആശയങ്ങൾ ഈ ലോകത്തിൽ കുറഞ്ഞപക്ഷം ഭാരതത്തിലെങ്കിലും സ്ഥാപിതമാക്കാമെന്നുള്ള വ്യാമോഹത്തിൽ തൊഴിലാളി യുവജന പ്രസ്ഥാനങ്ങളിൽ സംഘാടകനായി, മുന്നണി പ്രവർത്തകനായി രക്തസാക്ഷി മണ്ഡപങ്ങൾ കാണുമ്പോൾ രക്തം ചൂടുപിടിക്കുമായിരുന്നു. 10 വർഷക്കാലം എൻ്റെ ജീവിതം പല നിലകളിലും വേറൊരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു. പലപ്പോഴും എവിടെയും ഉറച്ച് ജോലി ചെയ്യുന്ന കാര്യങ്ങളില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളിലുള്ള എൻ്റെ വിശ്വാസത്തെയും പലപ്പോഴും തൊഴിലാളി സംഘടനാ രംഗത്തുണ്ടായ പല അപചയങ്ങളും, തൊഴിലാളി നേതാക്കന്മാരിൽ നിന്നും ഉണ്ടായ അന്യായപരമായ ഇടപെടലുകൾ, പലപ്പോഴും തൊഴിൽ പ്രശ്നങ്ങളും സംഘടനയുടെ ശേഷി നിമിത്തം ഉളവാകുന്ന തൊഴിലാളി മുതലാളി സംഘർഷങ്ങൾ, തൊഴിലാളികൾക്ക് ഹാനികരമായി സംഭവിക്കുന്നതും, ഇങ്ങനെ അനേക അനുഭവങ്ങൾ. അതുകൂടാതെ ലോക കമ്മ്യൂണിസ്റ്റ് ഭൂപടത്തിൽ വളരെ പ്രബലമായിരുന്ന USSR, യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായ അതിൻ്റെ തകർച്ച, സോഷ്യലിസ്റ്റ് റഷ്യയുടെ തകർച്ച, മാവോയിസ്റ്റ് ചൈനയുടെയും സോഷ്യലിസ്റ്റ് റഷ്യയുടെയും റുമേനിയയുടെയും ഒക്കെ ഇരുമ്പ് മതിലുകൾക്കുള്ളിൽ നടക്കുന്ന ഏകാധിപത്യ പ്രവണതകളും മനുഷ്യത്വപരമല്ലാത്ത അവരുടെ കാഴ്ചപ്പാടുകളും മനുഷ്യാവകാശ ധ്വംസനങ്ങളുമൊക്കെ മനസ്സിനെ മുറിവേൽപ്പിച്ചു. ജീവിതത്തിൽ ഒന്നിലും സമാധാനം ലഭിപ്പാൻ ഇടയാകാതെ, ചുരുക്കി പറയട്ടെ, രഹസ്യ ജീവിതത്തിൽ ഞാൻ പതുക്കെ മദ്യത്തിനും മയക്കുമരുന്നിനുമെല്ലാം അടിമപ്പെട്ടു. മയക്കുമരുന്ന് കൂടാതെ തലച്ചോറ് പ്രവർത്തിക്കാത്ത അവസ്ഥയിലേക്ക് രാവിലെ 5 മണി മുതൽ രാത്രി 2 മണി വരെ മയക്കുമരുന്നിനും മദ്യത്തിനും പലപ്പോഴും അടിമയായിരുന്നു. എന്നാൽ എപ്പോഴും കോൺട്രാക്റ്റ് വർക്ക് എടുത്തിട്ടേ ജോലി ചെയ്യത്തുള്ളൂ. എവിടെ ചെന്നാലും 4 പേരും 5 പേര് അധ്വാനിക്കുന്ന കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. പണം എത്ര സമ്പാദിച്ചാലും ഈ ജീവിതത്തിൽ സുഖഭോഗങ്ങളെന്ന് വിചാരിക്കുന്ന ജഡിക അഭിലാഷങ്ങൾക്കും സുഖഭോഗങ്ങൾക്കും വേണ്ടി ചിലവഴിച്ചെങ്കിലും ജീവിതത്തിൽ യാതൊന്നിനും സമാധാനമോ സന്തോഷമോ നൽകുവാനിടയായി തീർന്നില്ല. എന്നാൽ
രഹസ്യ ജീവിതത്തിൽ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുമായിരുന്നെങ്കിലും പരസ്യ ജീവിതത്തിൽ ആ കാലഘട്ടങ്ങളിലും ഒരു സംഘാടകനായിരുന്നു, മുന്നണി പ്രവർത്തകനായിരുന്നു. 4 പ്രാവശ്യം ജയിൽവാസം, വിയ്യൂർ സെൻട്രൽ ജയില്, കോഴിക്കോട്, വടകര, തലശ്ശേരി സബ് ജയിലുകളിലുമായി 4 പ്രാവശ്യം ജയിൽവാസം അനുഭവിച്ചു. പോലീസ് സ്റ്റേഷനിലും കോടതികളിലും ഒക്കെ അനേക തവണ കയറിയിറങ്ങി. അനേക പ്രാവശ്യം പോലീസിൻ്റെ ഇന്ന് മർദ്ദനമേറ്റു. അടിയന്തരാവസ്ഥ കാലത്ത് പാലക്കാട് വെച്ച് പിടിയിൽപ്പെട്ടു. അന്ന് എവിടെ, ഏത് സമയത്ത്, അസമയത്ത് അല്ലെങ്കിൽ സംശയകരമായി ആരെ കണ്ടാലും ബലമായി പോലീസ് പിടിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ രാത്രി മുഴുവൻ മർദ്ദിക്കുന്ന ആ ക്രൂര അനുഭവങ്ങൾ ഇന്നും ഓർക്കുമ്പോൾ ഹൃദയത്തിന് നടുക്കം തോന്നും. ഭിത്തിയോട് ചേർത്തിരുത്തി, കാലുകൾ നീട്ടിയിരുത്തി, 2 മുട്ടുകാലിലും ബൂട്ടിട്ട ഷൂവുമായിട്ട് പോലീസുകാരൻ കയറി നിന്ന് കാൽവെണ്ണയ്ക്ക് രാത്രി മുഴുവൻ കാൽവെണ്ണയ്ക്ക് ലാത്തി കൊണ്ട് പോലീസുകാർ മാറി മാറി അവരുടെ ആവേശം തീരുവോളം ആഞ്ഞാഞ്ഞുള്ള മർദ്ദനം. ഇടയിലിടയിൽ മടിക്കുത്തിനും കോളറിനും പിടിച്ച് ഓരോരുത്തരുടെയും ബലത്തിനനുസരിച്ച് പിടിച്ചുയർത്തി ഭിത്തിയോട് ചേർത്ത് നിർത്തി മുട്ടുകാലുകൊണ്ട് അടിവയറ്റിന് ലഭിക്കുന്ന ക്രൂരമായ മർദ്ദനം. ഇതൊക്കെ സഹിച്ചതിന് ശേഷവും നേരം വെളുക്കുമ്പം തറയിൽ കുത്താനാവാത്ത ഭയങ്കരമായ വേദനയിൽ തെരുവിലേക്ക് ഇറക്കി വിടപ്പെടുന്ന ആ പോലീസിൻ്റെ ഭീകരത അനുഭവങ്ങൾ, അങ്ങനെ എത്രയോ അവസ്ഥകൾ. എന്നാൽ ജീവിതത്തിൽ പലപ്പോഴും അതിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ സന്ദർശനം. കാരണം നീണ്ട വർഷങ്ങൾ എന്നെക്കുറിച്ചുള്ള കേട്ടറിവിൻ്റെ വെളിച്ചത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി നിരീശ്വരവാദിയായി ജീവിക്കുന്നു. പലപ്പോഴും പോലീസ് പിടിച്ച് മർദ്ദിക്കുന്നു. എപ്പോഴാണ് പോലീസ് തീർത്ത് കളയുന്നെന്ന് അറിയില്ല എന്നുള്ള കേട്ടറിവിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ അമ്മ, എൻ്റെ സഹോദരിമാർ, അവരെ അറിയുന്ന അനേക ദൈവമക്കൾ, അവരുടെ നിരന്തരമായ പ്രാർത്ഥന മരണത്തിൻ്റെ കരാളകസ്തങ്ങളിൽ നിന്ന് അനേക തവണ ദൈവത്തിൻ്റെ ആത്മാവിനെ അതിശക്തമായി വിടുവിച്ചു. കടലിൽ മംഗലാപുരത്ത് നിന്ന് ബോംബെയിലേക്ക് ചരക്കുമായി കടന്നു പോകുന്ന ഉരുവിലെ അരിവെപ്പുകാരൻ്റെ റോഡിൽ ജോലി ചെയ്ത കാലഘട്ടത്തിലുണ്ടായ ഒരു കടൽക്ഷോഭത്തിൽ കപ്പലെല്ലാം തകർന്നുടഞ്ഞ അവസ്ഥകളിലും ദൈവം എന്തോ, അന്ന് ഞാനൊഴികെ ബാക്കിയുള്ള എല്ലാ കപ്പൽ പണിക്കാരും കാസർഗോഡുകാരായ മുസ്ലിങ്ങളാണ്. അവർ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ പിടിച്ചു നിൽക്കുവാനാവാതെ 1, 2, 3 നങ്കൂരം എടുത്തെറിഞ്ഞിട്ടും ഒരു നങ്കൂരം പൊട്ടിപ്പോയി. 2 നങ്കൂരങ്ങൾ അവസാനം 2ാമത്തെയും 3ാമത്തെയും നങ്കൂരം ചില പാറയിടുക്കുകളിലായി കയറി പിടിച്ചു. ആ സമയത്തും കൊടുങ്കാറ്റിൽ എടുത്ത് തലകീഴായി മറിക്കത്തക്കവണ്ണം ഓരോ സൈഡിൽ നിന്നും വെള്ളം കയറുമ്പോൾ വെള്ളം കോരിക്കളയുന്നതിനോടൊപ്പം 2 മോട്ടറുകൾ ഒരുപോലെ വർക്ക് ചെയ്ത് പുറത്ത് വെള്ളം കളയുന്നുണ്ടെങ്കിലും അതുകൂടാതെ കയ്യിൽ കിട്ടിയ പാത്രങ്ങളുമായി വെള്ളം കോരിക്കളയുന്നതിനോടൊപ്പം കയറയിലും മറ്റും തൂങ്ങി ബാലൻസ് നിർത്തുവാൻ ബന്ധപ്പെട്ടുകൊണ്ട് അതിനിടയിൽ അവരറിയുന്ന ദൈവത്തെ വിളിച്ചുകൊണ്ട് ദൈവമേ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അവർ നിലവിളിക്കുമ്പോൾ നിശ്ചലനായി, വളരെ നിർവികാരനായി മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ആ കരാള രാത്രിയിൽ, ആ കൊടുങ്കാറ്റിലും ആ പേമാരിയിലും കടൽ പനി കൊണ്ട് വളരെ തളർന്ന അവശനായ എനിക്ക് ഞാൻ വളരെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ പലപ്പോഴും എന്നെ കാണുന്നവർ ആർത്തു വിളിച്ചു പറയുമായിരുന്നു, എടാ ദൈവത്തെ വിളിക്ക്. എനിക്ക് ഏത് ദൈവം? അവസാനം ഏതോ ഒരു നിമിഷത്തിൽ മരണത്തിൻ്റെ ഭീകരതയുടെ മധ്യത്തിൽ ശരീരത്തിൻ്റെ കൊടും വേദനയിൽ ദൈവമേ ദൈവമേ എന്നൊരു നിലവിളി എൻ്റെ അന്തരംഗത്തിൽ നിന്ന് ഉയർത്തി. ആ നിലവിളിയുടെ മുൻപിൽ എന്തെന്നറിയില്ല, കൊടുങ്കാറ്റ് പെട്ടെന്ന് ശാന്തമാകുവാൻ തുടങ്ങി. കൊടിയ
മഴ ശമനപ്പെടുവാൻ തുടങ്ങി. പെതുക്കെ 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 കപ്പൽ കുതിച്ച് ചാട്ടം കുറഞ്ഞു. ചാഞ്ചാടി ചാഞ്ചാടി നിശ്ചലമാവും. ഇപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. മിന്നൽ പിണരിൻ്റെ വെളിച്ചത്തിൽ കൊങ്കൺ തീരമാണെന്ന് തോന്നുന്നു. തീരത്തോടടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ വലിയ ഭൂതങ്ങൾ പോലെ വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ മലമ്പ്രദേശങ്ങൾ ഇങ്ങനെ കടലിലേക്ക് കുതിച്ചു ചാടുവാൻ വെമ്പുന്ന ഇടയിലിടയിൽ അത് കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭീകരത, ആ കാര്യങ്ങൾ ഒന്നും പറഞ്ഞാൽ മനുഷ്യഭാഷയിൽ നമുക്ക് അത് വിസ്തരിപ്പാനാവില്ല. 107 സങ്കീർത്തനത്തിൻ്റെ അർത്ഥങ്ങൾ, അവന് പാതാളത്തോളം താണു, ആകാശത്തോളം ഉയർന്നു, അവരുടെ പ്രാണൻ പോയി എന്നൊക്കെ പറയുന്ന ആ ദൈവവചനത്തിൻ്റെ ദൈവത്തെ അറിയാതെ പോയ പാതയിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എൻകൗണ്ടറുകളെ കുറിച്ച് നിരന്തരമായി വിവരിക്കുന്ന 107 സങ്കീർത്തനത്തിൻ്റെ അർത്ഥതലങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇന്നെനിക്ക് വായിക്കുമ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഓർത്തെടുക്കുവാൻ പരിശ്രമിക്കാറുണ്ട്. എന്നാൽ അതൊക്കെ ശ്രമിച്ചു. അത് കഴിഞ്ഞ് പിറ്റേന്ന് പ്രഭാതത്തിൽ സൂര്യൻ്റെ വെള്ളിക്കിരണങ്ങൾ പ്രകാശിച്ചു തുടങ്ങിയ സമയം, വളരെ ശാന്തമായ കടൽ. ആ കടലിൽ നോക്കുമ്പോൾ 4 ചുറ്റും മതിൽക്കെട്ട് പോലെ, ഒരു ഗുഹ പോലെ, ഒരു വഴി പോലെ, ഒരു വലിയൊരു പാത പോലെ മാത്രം കടലിൻ്റെ ഒരു ചാല്, അതിനുള്ളിലേക്ക് കടന്നു വരുന്ന ഒരു മലയിടുക്കിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. പാറക്കെട്ടുകൾക്കുള്ളിൽ നിൽക്കുകയാണ്. ഒരു ദൈവമേ, എങ്ങനെ രക്ഷപ്പെട്ടു? എന്തുകൊണ്ട് ദൈവമേ എന്നുള്ള വിളി എൻ്റെ അന്തരംഗത്തിൽ നിന്ന് ഉയർന്നു എന്നെനിക്കറിയില്ല. എങ്ങനെയെങ്കിലും ഭവനത്തിലെത്തണം, ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഞാൻ പോയ പാതകൾ, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഭക്തിയും വിശ്വാസവും ദൈവത്തിൻ്റെ വചനവും, അതൊക്കെ വിട്ടുപോയതിൻ്റെ കെടുതികളല്ലേ എന്നുള്ള തിരിച്ചറിവിൽ ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു ആ സമയത്ത്. ഏതായാലും ഞാൻ അവിടെ ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ എന്നോട് സ്നേഹമായിട്ട് ഇടപെടുന്ന ഒരു ജോലിക്കാരനുണ്ടായിരുന്നു ആ കപ്പലിൽ. ആ ജോലിക്കാരനോട് ഇങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് കടലിൻ്റെ ചോറ് വേണ്ട. അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അറിയില്ല ആ വ്യക്തി എങ്ങനോ മറ്റുള്ളവർ ആ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ജോലിക്കാരുടെയൊക്കെ രൂപം മാറി. അവരെന്നെ വളരെയധികം ഭീഷണിപ്പെടുത്തുവാൻ തുടങ്ങി. നീ ഒരിക്കലും പോകത്തില്ല, നീ പോകരുത്. സ്നേഹത്തിലും പിന്നെ ഭീഷണിയായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഭീഷണി കൊണ്ടും ഞാൻ മനം മാറുന്നില്ലെന്നും, ഞാൻ അവരോട് കൂടെ താമസിക്കാമെന്നും തൊഴിൽ ചെയ്യാമെന്നും ഞാൻ സമ്മതിക്കായികയാൽ പിന്നത്തേതിൽ കിരാതരായ അവരിൽ ചിലർ എന്നെ ഈ പായ കെട്ടി ഉയർത്തുന്ന കയറിൽ അരയ്ക്ക് കെട്ടി, പായ കെട്ടി ഉയർത്തുന്നത് പോലെ കപ്പിയിൽ വലിച്ചുയർത്തി, ഏകദേശം അവരുടെ കൈയും വടിയും എത്തുന്ന ഉയരത്തിൽ അവരെന്നെ ആകാശത്തിനും ഭൂമിക്കും നടുക്കായി കെട്ടിത്തൂക്കി. അങ്ങനെ ഞാൻ അന്തരീക്ഷത്തിൽ കെട്ടിത്തൂങ്ങിക്കിടന്ന് ആടുമ്പോൾ ഇവർ നിരന്തരമായിട്ട് ചീത്ത പറഞ്ഞുകൊണ്ട് ഞങ്ങളോടുകൂടെ വർക്ക് ചെയ്യുമോ, ഞങ്ങളോടുകൂടെ തുടർന്ന് ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച് തരുമോ, ഇത് തൊഴിൽ തുടരുമോ എന്ന് പറഞ്ഞല്ലാതെ നിന്നെ ഇറക്കത്തില്ലെന്നും പറഞ്ഞ് എന്നെ മർദ്ദിക്കാനും ഇടിക്കാനും അടിക്കാനും തൊഴിക്കാനും അവരാലാകുന്ന രീതിയിൽ എൻ്റെ മുഖത്ത് ഇടിക്കാനും ഒക്കെ തുടങ്ങി. എനിക്ക് ചെറുപ്പം മുതൽ ഞാൻ വളരെ വലിയ വാശിക്കാരനായിരുന്നു. ഒരു കാര്യം പറഞ്ഞാൽ, എൻ്റെ കഴുത്ത് വെട്ടി മാറ്റിയെന്ന് പറഞ്ഞാലും ഒരിക്കലും തിരിച്ചു പറയാൻ
ഞാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. അവരുടെ സമ്മർദ്ദങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഒന്നും എന്നെ മനം മാറ്റുവാൻ കഴിയാതെ ഞാൻ ഏകദേശം അർദ്ധപ്രാണനായി ഇടയ്ക്കിടയ്ക്ക് വെള്ളവും നുരയും പതയുമെല്ലാം വായിൽ നിന്ന് ബഹിർഗമിച്ചു. കുടല് വരെ പുറത്തേക്ക് വരുന്ന നിലവാരത്തിൽ മനം മറിച്ചിലും വിവിധ കഠിനമായ ശരീരം മുഴുവൻ നുറുക്കുന്ന വേദനയിലും ഞാൻ ഭാരപ്പെട്ടു. അവരോരോരുത്തരായി എന്നെ വിട്ടുപോയി. അവസാനം ഞാൻ അങ്ങനെ അർദ്ധബോധാവസ്ഥയെ തൂങ്ങിക്കിടക്കുമ്പോൾ എന്തോ എൻ്റെ അന്തരംഗത്തിൽ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നുള്ള ഒരു നിലവിളി അകത്ത് നിന്ന് ഇങ്ങനെ ഉയർന്നു. സാത്താനെ പറഞ്ഞു, നീ മരിക്കും, നീ തീരും, നീ ഇവിടെ കിടന്നുകൊണ്ട് തീരും. എന്തെന്നറിയില്ല, എൻ്റെ അന്തരാത്മാവിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു, ഇല്ല, ഞാൻ ജീവനോടിരുന്ന ദൈവത്തിൻ്റെ മഹിമകളെ വർണ്ണിക്കും. അതൊരു ദൈവികാലോചനയായി എൻ്റെ അന്തരാത്മാവിൽ മുഴങ്ങി. അതോടെ എന്തെന്നറിയില്ല, അല്പസമയത്തിനുള്ളിൽ എന്നെ സ്നേഹിച്ചിരുന്ന, എന്നോട് അടുത്തിടപെട്ടിരുന്ന സഹോദരൻ വന്നു എന്നെ കെട്ടഴിച്ച് താഴെ ഇറക്കി എന്നെ എൻ്റെ മുറിവുകളിലെല്ലാം ഒന്ന് തലോടി സാന്ത്വനപ്പെടുത്തി, പ്രയാസപ്പെടേണ്ട, അവർ ഭീകരരാണ്, അവരെന്ത് പറഞ്ഞാലും കഠിന ഹൃദയരാണ്, അവൻ്റെ ദൈവത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് അവർ ശപിക്കപ്പെടത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ സാന്ത്വനിപ്പിച്ച് വെള്ളം കുടിക്കാൻ തന്നു. ഞാൻ പെതുക്കെ വെള്ളം കുടിച്ച് അദ്ദേഹം പെതുക്കെ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ശരീരം മുഴുവൻ നീറുകയാണ്, ശരീരത്തിൽ ത്വക്ക് വളരെ കുറവേ ഉള്ളൂ, ഈ വടം കൊണ്ടൊക്കെ അടിച്ച് ത്വക്കുകൾ പലതും ത്വക്ക് മുഴുവൻ പരുക്കായിരുന്നു, മുഴുവൻ കൊടിയ നീറ്റലും വേദനയും വഹിക്കുവാനാവാതെ. ഞാൻ പറഞ്ഞപ്പോൾ ഈ വ്യക്തി എന്നോട് പറഞ്ഞു, സാരമില്ല മോനെ, ഒരു കാര്യം ചെയ്താൽ മതി, കടലിലെ വെള്ളം കോരി നീ കുളിക്കുക, ഞാൻ കോരിത്തരാം. ആ വെള്ളം കോരി ഒഴിക്കുമ്പോൾ ഉപ്പുവെള്ളമല്ലേ, അല്പം നീറും, പക്ഷെ സാരമില്ല, എല്ലാ മുറിവുകൾക്കും എല്ലാ ചതവുകൾക്കും എല്ലാ വേദനകൾക്കും അറുതി വരും, അത് ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞ് താൻ കയറ് കെട്ടിയ ഒരു ബക്കറ്റ് കൊണ്ടുവന്ന് കടൽ വെള്ളം കോരിത്തന്നു. ഒരു 3-4 ബക്കറ്റ് എൻ്റെ ശരീരത്തിലൂടെ ആദ്യമായിട്ട് ഒഴിച്ചപ്പോൾ അനുഭവിച്ച നീറ്റൽ, എന്നാൽ പെതുക്കെ നീറ്റൽ കുറയാൻ തുടങ്ങി, എൻ്റെ ശരീരത്തിലൊരു ഓജസ് വ്യാപരിക്കാൻ തുടങ്ങി. അതോടുകൂടി ബക്കറ്റ് അദ്ദേഹം എന്നെ തന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നീറ്റൽ പൂർണ്ണമായും മാറുന്നത് വരെ വെള്ളമെടുത്ത് കോരി ഒഴിച്ചോളാൻ പറഞ്ഞു. വെള്ളം കോരി ഒഴിച്ചു. അങ്ങനെ നീറ്റലെല്ലാം ശമിച്ചു. ഞാൻ അവിടെ നിന്ന് സ്രാങ്ക് എന്ന് പറയുന്ന കപ്പിത്താൻ, ചെറിയ ഉരുക്കളിൽ സ്രാങ്ക് എന്ന് പറയും, കപ്പിത്താൻ എന്നെ വിളിച്ചിട്ട് അടുത്തിരുത്തി പറഞ്ഞു, ജോണേ, നീ പേടിക്കൊന്നും വേണ്ട, ഭയപ്പെടുകയൊന്നും വേണ്ട, ഇനി ആരും നിന്നെ ഉപദ്രവിക്കത്തില്ല, നീ എൻ്റെ കൂടെ നിന്ന് പണി പഠിക്കുക, ഞാൻ നിന്നെ ഒരു നല്ല സ്രാങ്കാക്കാം, കപ്പിത്താനാക്കാം. ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ഏതായാലും അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ നിൽക്കുന്ന ലക്ഷണമൊന്നുമില്ല. മംഗലാപുരത്ത് ഒരു കടൽക്ഷോഭത്തിൽ പൊട്ടി താറുമാറായിരുന്ന കാരണം മംഗലാപുരത്ത് നിന്ന് ബോംബെക്ക് തടിയുമായിട്ടാണ് പോയത്. തിരിച്ചു വന്നത് കാലിയായിട്ടാണ്. ചരക്ക് കിട്ടുവാൻ താമസമായിരുന്നതിനാൽ കാലിയായിട്ട് പോന്ന ഏകദേശം പല പലകകളും തകർന്ന് ഇളകിയിരുന്നു. അത് എല്ലാം ഒരു വർക്ക്ഷോപ്പിൽ അവർ അടുപ്പിച്ചു. കപ്പലുകൾ പണിയെടുപ്പിക്കുന്ന വർക്ക്ഷോപ്പിൽ അടുപ്പിച്ചതിന് ശേഷം
ഈ കപ്പിത്താൻ എന്നെ വിളിച്ചു, ജോണെ പോവുകയാണോ? ഞാൻ പറഞ്ഞു എനിക്ക് പോകണം. അയാൾ കുറച്ച് പൈസ, അല്പം പൈസ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ അതുമായിട്ട് അവിടം വിട്ടിറങ്ങി. അങ്ങനെ ഒരിക്കൽ കടൽക്ഷോഭത്തിൽ നിന്ന്, ഒരിക്കൽ ആറളം സെൻട്രൽ സ്റ്റേറ്റ് ഫാം എന്ന് പറയുന്ന സെൻട്രൽ സ്റ്റേറ്റ് ഫാമിൽ 12,500 ഏക്കറാ ആറളം സെൻട്രൽ സ്റ്റേറ്റ് ഫാം. ഏത് വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നാട് വിട്ടതിന് ശേഷം അധികം വർഷം കഴിയുന്നതിന് മുമ്പാണ്. അവിടെ പോയി ഞാൻ കോൺട്രാക്ട് തൊഴിലാളിയായിട്ട് ഒരു കോൺട്രാക്ടർ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ, അന്ന് നന്നായി വെളുപ്പാങ്കാലത്തെ ഇറങ്ങി അധ്വാനിച്ചാൽ 11 മണി 12 മണി ആകുമ്പോഴത്തേക്ക് 30-40 രൂപ, 50 രൂപ, 60 രൂപയൊക്കെ ചിലപ്പം വളരെ അധ്വാനിച്ച് സമ്പാദിക്കാമായിരുന്നു. എന്നാൽ അവിടെ ഞങ്ങൾ ചിലർ ചേർന്ന് ഭരതൻ പ്രസിഡൻ്റായി, ഞാൻ വൈസ് പ്രസിഡൻ്റായി അവിടെ ആറളം ഫാം വർക്കേഴ്സ് യൂണിയൻ അവിടെ ആരംഭിക്കാനിടയായി. തൊഴിലാളി പ്രസ്ഥാനം പിന്നത്തേതിൽ സമരമായി. തൊഴിലാളികളെ നേരിട്ടെടുക്കണം സർക്കാർ, കോൺട്രാക്ട് വ്യവസ്ഥിതി അവസാനിപ്പിക്കണം എന്നെല്ലാം പറഞ്ഞ് 2 സമരം നടത്തി. രണ്ടാമത്തെ സമരത്തിൽ അവിടുത്തെ സെക്യൂരിറ്റി തൊഴിലാളികളടക്കം സമരത്തിലിറങ്ങിയ കാലഘട്ടത്തിൽ പിന്നത്തേതിൽ ആ ഫാമൊക്കെ അടച്ചുപൂട്ടി. ഞാൻ ആ ഫാമിൽ നിന്നുമൊക്കെ വിട്ടുപോന്നു. കാരണം നേരിട്ട് തൊഴിലാളികളെ എടുത്തപ്പോൾ, അല്ലെ ഞങ്ങൾ യൂണിയൻ നേതാക്കന്മാർ പല യൂണിറ്റുകളിലായിട്ട് ഞങ്ങളുടെ തൊഴിലാളികളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അവരുടെ കാറ്റഗറി തിരിച്ചപ്പോൾ ഞങ്ങളൊക്കെ പ്രഥമ സ്ഥാനത്ത് ഞങ്ങളുടെ പേരുകളൊക്കെ വന്നു. ഞങ്ങളെയൊക്കെ തൊഴിലാളികളായി എടുത്തെങ്കിലും ഭൂരിപക്ഷം തൊഴിലാളികൾക്കും തൊഴിൽ നഷ്ടപ്പെട്ടു. തുടർന്ന് ഗവൺമെൻറ് അനുവദിച്ച ശമ്പളം ദിവസക്കൂലി 8 രൂപ, അന്ന് 10 രൂപ ഒരു കൂലിപ്പണിക്കാരന് കിട്ടും. പിന്നത്തേതിൽ കൂലിക്കെതിരെ തൊഴിലാളികളെ കൂടുതലെടുക്കാനായിട്ടൊക്കെ സമരമായി. ഞാൻ പറഞ്ഞ ആ കാലഘട്ടങ്ങളിൽ സെക്യൂരിറ്റി തൊഴിലാളികളടക്കം സമരത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഫോറസ്റ്റിൻ്റെ സൈഡിലുള്ള ഒരു യൂണിറ്റിലാണ് എനിക്ക് സീനിയോറിറ്റി കിട്ടാനായിട്ട് എൻ്റെ പേര് ലിസ്റ്റിൽപ്പെടുത്തിയത്. അവിടെ ഒരു ചായക്കടക്കാരൻ്റെ ഷെഡിലാണ് ഞാൻ താമസിക്കുന്നത്. ആ ചായക്കടക്കാരൻ എല്ലാവരും സമരത്തിലായപ്പം ഓഫീസെല്ലാം അടച്ചിട്ട് ഫോറസ്റ്റിൽ നിന്ന് കടന്നു വരുന്ന കാട്ടാനകളെ മറ്റും ഭയന്ന് ഉദ്യോഗസ്ഥരെല്ലാം യൂണിറ്റ് ഓഫീസ് വിട്ടുപോയ സമയത്ത് ആ കടക്കാരൻ തൻ്റെ ഗ്രാമത്തിലേക്ക്, ആറളം പുഴയ്ക്കക്കരെയുള്ളതായ തൻ്റെ ഗ്രാമത്തിലേക്ക് കടന്നുപോയതിന് ശേഷം ഞാനും പീറ്റർ എന്ന് പറയുന്ന ഒരു സഹോദരനും ആയിരുന്നു അവിടെ. പീറ്ററിനാണെങ്കിൽ നന്നായിട്ട് തെങ്ങിൻ്റെ പൂക്കുലയൊക്കെ വെട്ടിയിട്ട് സ്പെഷ്യലായിട്ട് വാറ്റാൻ അറിയാം. വാറ്റിയെടുക്കുന്ന ചാരായവും ഇഷ്ടം പോലെ ചേമ്പും ചേനയും വാഴക്കൊലയും കാച്ചിലും എന്ന് വേണ്ട എല്ലാ വിഭവങ്ങളും അവിടെ ലഭ്യമായിരുന്നു. പിന്നെ ഈ സ്പെഷ്യലായിട്ട് വാറ്റിയെടുക്കുന്ന ചാരായം വിറ്റുള്ള പോക്കറ്റ് മണിയും അങ്ങനെയൊക്കെ ഞങ്ങൾ അവിടെ ഉല്ലാസമായിട്ട് കഴിഞ്ഞു പോകുമ്പോഴാണ് ഒരു കാട്ടാനയുടെ ശല്യം. പുല്ലരിയുവാൻ, അതായത് വാറ്റുപുല്ലരിയുവാൻ കോൺട്രാക്ടറുടെ നേതൃത്വത്തിൽ കടന്നു വന്ന സ്ത്രീകളുടെ ഇടയിലേക്ക് ഓടിപ്പാഞ്ഞു ചെന്ന ഒരു കുട്ടിയാനെ കണ്ട് ഈ സ്ത്രീകൾ ഭയപ്പെട്ടോടി നിലവിളിച്ച് മുൻപിൽ ഓടി വന്ന രണ്ട് സ്ത്രീകൾ ഓടി വന്ന് ഞങ്ങളുടെ ഷെഡിൽ വന്ന് അഭയം പ്രാപിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബാക്കിയുള്ളവർ പിന്തിരിഞ്ഞോടി. പറഞ്ഞു ഇങ്ങനെ ഇവർ കളിച്ചു തിരിച്ചു വരികയായിരുന്നു. ഈ രണ്ടുപേര് വർത്തമാനമൊക്കെ പറഞ്ഞ് അപ്പം പുഴയൊക്കെ കടന്ന് അത് തേക്കിൻ്റെ പ്ലാന്റേഷനും കടന്ന് ഇതിനകത്ത് ഫാമിനകത്ത് കയറി പറങ്കിമാവിൻ്റെ തോട്ടത്തിലൂടെ ഇവർ നടന്നു വരുമ്പോൾ മുൻപിൽ 2 പേര് കടന്നുപോയി. രണ്ടാമത് വന്നവരുടെ മുൻപിലേക്ക് ഒരു ചെറു കൊമ്പൻ ചാടി ഇറങ്ങി. ഇതിനെ കണ്ട് ഇവർ ചിതറി ഓടിയതിൽ 2 പേരാണ് വന്നത്. ഇവർക്ക് തിരിച്ചു പോകാൻ ഭയങ്കര പേടി. ബാക്കിയുള്ളവരെ കുറിച്ച് യാതൊരു അറിവുമില്ല. പിന്നത്തേൽ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വെട്ടുകത്തിയൊക്കെ എടുത്ത് ധൈര്യപ്പെട്ട് ഞാനും പീറ്ററും ഇവരെയായിട്ട് കൊണ്ടുപോയി
കൊണ്ടുപോയി പുഴ കടത്തി വിട്ടു. പുഴയ്ക്ക് കൊണ്ടുപോയി വിട്ടു. ഞങ്ങൾ കാട്ടാനെ കുട്ടിയെ കണ്ടില്ല. തിരിച്ചു വന്ന സമയത്ത് ഈ കാട്ടാനക്കുട്ടി ഈ പറങ്കിമാവിൻ്റെ ഉള്ളിൽ നിന്ന് ഓടി ഫോറസ്റ്റിൻ്റെ സൈഡിലേക്ക് ഓടി മറയുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് തന്നെ കണ്ടു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഈ പീറ്റർ കടന്നുപോയി. സാധാരണ വരുന്ന ഇതിൻ്റെ ഫാമിൻ്റെ തന്നെ ഗൺമാനുണ്ട്, വേട്ടയാടാൻ ഇടയ്ക്കൊക്കെ വരും പന്നിയെ വെടിവെക്കാൻ. ഞാനായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒപ്പം വേട്ടയാടുവാൻ രാത്രിയിൽ പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തെ പോയി വിളിച്ചു, വിവരം അറിയിച്ചു, ഇതുപോലെ ഒരു കുട്ടിയാന ആകെ വികൃതി കാണിക്കുന്നു, അവിടെ യൂണിറ്റ് ഓഫീസിന് ചുറ്റുമുള്ള കുടിവാഴ തോട്ടങ്ങളിൽ കയറി വലിയ രാത്രി മുഴുവൻ ഭയങ്കര ബഹളമാണ്, ഞങ്ങൾക്ക് കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ല. കടക്കാരനെ ഏൽപ്പിച്ചു പോയ ഒരു എരുമയുണ്ട്, എരുമയെ നീട്ടത്തി കെട്ടി അത് വലിയ മരമുട്ടികൾ മലയിൽ നിന്ന് ഉരുട്ടി കൊണ്ടുവന്ന് ഷെഡിൻ്റെ മുൻപിലിട്ട് രാത്രി മുഴുവൻ തീ ഇങ്ങനെ ജ്വലിച്ച് കത്തി കനലായി നിൽക്കും. ഈ പോത്ത് എരുമയെ നീട്ടിക്കെട്ടും. എന്നിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എരുമയുള്ളത് കൊണ്ട് ആന വരത്തൊന്നുമില്ല, പേടിക്കേണ്ട, എരുമയുടെ ചൂരടിക്കുന്നിടത്ത് ആന വരത്തില്ല. കാരണം ആനയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കാട്ടുപോത്താണ്. കാട്ടുപോത്തിൻ്റെ കൊമ്പ് രണ്ട് സൈഡിലേക്ക് നിൽക്കുന്നത് കൊണ്ട് ആനയ്ക്ക് നേരെ കിട്ടിയെങ്കിലേ അത് കൊമ്പ് കൊണ്ട് അതിനെ കുത്താനാവത്തുള്ളൂ. അതേസമയം പോത്ത് രണ്ട് സൈഡിൽ നിന്നും വിട്ടും. അതുകൊണ്ട് പോത്തിൻ്റെ ഈ പോത്തെന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട എരുമയുടെ ചൂരടിക്കുന്നിടത്ത് ആന ഏഴയിലൊക്കെ അടുക്കത്തില്ലെന്നുള്ള കാനനത്തിൻ്റെ നിയമം വെച്ച് അദ്ദേഹം ഞങ്ങളെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഞങ്ങൾ പറഞ്ഞു, ഒന്ന് വരണം, ഏതായാലും അതിനെ ഒന്ന് പേടിപ്പിച്ച് വിടണം, രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റുന്നില്ല, ഇത് വലിയ ശല്യമാണല്ലോ. അദ്ദേഹം ഏതായാലും നല്ലൊരു പന്നിക്ക് നിരക്കുന്ന വെടിമരുന്നൊക്കെ കുത്തി നിറച്ച് തോക്കുമായിട്ട് കടന്നു വന്ന് ഞങ്ങൾ നല്ല ചീമച്ചേമ്പ് ഒക്കെ പുഴുങ്ങി വാറ്റിയെടുത്ത ചാരായവുമായിട്ട് അദ്ദേഹത്തെ സൽക്കരിച്ചു. ഇങ്ങനെ കുടിച്ചും കഴിച്ചും ചിരിച്ചും കൊണ്ടിരിക്കുമ്പോൾ തമാശകൾ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ നായാട്ട് കഥകളൊക്കെ കേട്ട് ഇങ്ങനെ രസിച്ചിരിക്കുമ്പോൾ അല്പം അകലെയായി ഏകദേശം 1/2 കിലോമീറ്റർ അകലെയുള്ള കുടിവാഴ തോട്ടത്തിൽ നിന്ന് വലിയ ബഹളം കേൾക്കാം. വാഴ കുത്തി പിളർത്തുന്നതിൻ്റെയും കുത്തി മറിച്ചിടുന്നതിൻ്റെയും കുത്തി അത് ചീളുന്നതിൻ്റെയും ഒക്കെ ശബ്ദം. അപ്പോഴേക്ക് എരുമയും ചെവി രണ്ടും കൂർപ്പിച്ച് വളരെ ഇതായിട്ട് വിരളി പിടിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു തണ്ട് തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു ഇതൊക്കെ എഴുന്നേറ്റ് ഇദ്ദേഹം തോക്കുമെടുത്ത് നടന്നു. ഞാൻ പുറകെ ചെറിയൊരു കയറ്റം കയറി ചെന്നിട്ട് ഒരു ചെറിയ ഇറക്കം ഇറങ്ങണം. അപ്പോൾ ചെറിയ കയറ്റം കയറി ആ കുന്നിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് അതുവരെ വാഴ തകർത്ത് ഉടച്ചുകൊണ്ടിരുന്ന ആന പെട്ടെന്ന് നിശ്ചലമായി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നമ്മുടെ ചൂര് കിട്ടിയ ആനയ്ക്ക്, അതുകൊണ്ടാണ് അത് നിശ്ചലമായത്, നീ സൂക്ഷിക്കണം. ഏതായാലും ഞങ്ങൾ പതുക്കെയുള്ള നിലാവെളിച്ചത്തിൽ, ഹെഡ് ലൈറ്റ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഓൺ ചെയ്താൽ ആന ലൈറ്റിന് നേരെ വരും. അദ്ദേഹം ഓൺ ചെയ്യാതെ ചെറിയ നിലാവെളിച്ചത്തിൽ, അരണ്ട വെളിച്ചത്തിൽ ഞങ്ങൾ പതുക്കെ ഇറങ്ങി ഈ വാഴത്തോട്ടത്തിന് ചുറ്റുമായി കാട്ടുചോല ഒഴുകുന്നുണ്ട്. ആ കാട്ടുചോലയിലേക്ക് വന്നപ്പോൾ ചോലയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യം വരുന്നില്ല. കാരണം ഭയങ്കര വിജനവും ഇരുട്ടുമൂടിയ ഈ കുടിവാഴത്തോട്ടത്തിൻ്റെ ആ നിബിഡതയിൽ ആന എവിടെ നിൽക്കുന്നെന്ന് യാതൊരു ഐഡിയയും ഇല്ല. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യച്ച, ഞാനൊന്ന് നോക്കട്ടെന്നും പറഞ്ഞ് ഞാൻ ഇതിങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് ഞാൻ ആ ചോലയിലേക്ക് ഇറങ്ങിയപ്പോൾ ആ കുത്തിയൊലിച്ച് വരുന്ന മലയിൽ നിന്ന് കുത്തിയൊലിച്ചിറങ്ങി വരുന്ന ആ ചോലയിൽ ശബ്ദം, ഞാൻ ഇറങ്ങിയപ്പോൾ വെള്ളം തടഞ്ഞു നിന്നതിൻ്റെ ആ ശബ്ദത്തിൻ്റെ വ്യതിയാനം കേട്ടതും ഞങ്ങളുടെ തൊട്ടു മുൻപിലുള്ള ഒരു കുടിവാഴയുടെ വലിയൊരു തോട്ടത്തിൻ്റെ മധ്യത്തിൽ നിന്ന് വലിയൊരു വാഴയും പിടർത്തിക്കൊണ്ട് വാഴ തട്ടി മറിച്ചിട്ടുകൊണ്ട് ആന നേരെ തിരിയുകയാണ്. പെട്ടെന്ന് എൻ്റെ പുറകിൽ നിന്ന വ്യക്തി പെട്ടെന്ന് ഹെഡ്ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ വലിയൊരു കൊമ്പൻ തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിക്കുക.
ഈ ചിഹ്നം വിളി കേട്ടപ്പോൾ എൻ്റെ നാടിഞരമ്പുകളെല്ലാം തളർന്നു. ഇദ്ദേഹം പെട്ടെന്ന് തോക്കുയർത്തുന്നത് കണ്ട ഞാൻ പെട്ടെന്ന് തല താഴ്ത്തി കൊടുത്ത് ഇദ്ദേഹം ഒരു വെടി പൊട്ടിച്ചപ്പോൾ നേരെ ഇതിൻ്റെ മസ്തിഷ്കത്തിന് വേറ്റ വെടി പെട്ടെന്ന് ചിഹ്നം വിളിക്കുവാൻ ഉയർത്തിയ തുമ്പിക്കൈ അതുപോലെ താണു. ഒരു ക്ഷണം താണു ഇരുന്നു ആന. ആ നിമിഷം കൊണ്ട് ഇദ്ദേഹം ഓടിക്കോടാന്ന് പറഞ്ഞു. ഓടിക്കോടാന്നുള്ള ശബ്ദം കേട്ടപ്പോൾ എൻ്റെ നാടിഞരമ്പുകളെല്ലാം തളർന്നു നിൽക്കുക. ഞാൻ പെട്ടെന്ന് ആ വഴിച്ചാലിൽ നിന്ന് താഴെ പാറയിടുക്കിലേക്ക് വെള്ളം ചാടുന്നുണ്ട്. ആ പാറയിടുക്കിനുള്ളിലേക്ക് ഞാൻ കുതിച്ചു ചാടി. എനിക്ക് ഓടാൻ വയ്യ. കുതിച്ചു ചാടി ആ പാറയിടുക്കിനുള്ളിൽ ഞാൻ പതുങ്ങിയിരുന്നു. ആന ഓടി വന്നു. ഈ നീർച്ചാലിലേക്ക് ഇറങ്ങി. ഒരു സെക്കൻഡ് ആന നിശ്ചലമായി. ഞാൻ വിചാരിച്ചു പിടിച്ചു, തുമ്പിക്കൈ നീ വരുന്നുണ്ട്, ഇപ്പം എന്നെ പിടിക്കുമെന്ന് വിചാരിച്ച് ഞാൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആന ആരോ തട്ടി തിരിച്ചതുപോലെ മുകൾ ഭാഗത്തേക്ക് ഫോറസ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് ആ നീർച്ചാലിലൂടെ ആന ഓടി ഫോറസ്റ്റ് ഭാഗത്തേക്ക് ഓടിപ്പോകുന്നത് ദൂരെ വരെ ഞാൻ കേട്ടു. ആ ശബ്ദം, ആനയുടെ ചവിട്ടടിയുടെ ശബ്ദം, വെള്ളത്തിൻ്റെ ശബ്ദം, അത് കേട്ടതോടെ ഒരു കാര്യം എനിക്ക് ബോധ്യമായി. ആന അകന്നുപോയി. ആനയിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ എൻ്റെ നാടിഞരമ്പുകൾ പെട്ടെന്ന് നടക്കുവാനുള്ള ക്ഷമത കൈവരിച്ചില്ല. ഞാൻ അല്പസമയം അവിടെ വിശ്രമിച്ച് ശ്വാസമൊക്കെ നേരെയാക്കി ഞാൻ സാവകാശത്തിൽ നടന്നു ചെല്ലുമ്പോൾ ഈ പീറ്ററും ഗൺമാനും കൂടി ഇരുന്ന് സംസാരിക്കുക. ഈ കനൽക്കൂനയ്ക്ക് സൈഡിലിരുന്ന് ഈ കനലിൽ നിന്ന് വമിക്കുന്ന ആ ചുമപ്പ് പ്രകാശം ഇവരുടെ മുഖം ഇങ്ങനെ മിന്നിക്കാണാൻ എനിക്ക്. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഈ ഗൺമാൻ പറയുകയാണ്, കഴിഞ്ഞ നാളുകളിൽ കർണാടകയുടെ വനാതിർത്തിക്കുള്ളിൽ 2 ആദിവാസികളെ വകവരുത്തിയ കൊലക്കൊമ്പനാണിത്. അതുകൊണ്ടാണ് അത് മനുഷ്യവാസമുള്ളിടത്ത്, മനുഷ്യ ഗന്ധമുള്ളിടത്ത് ആ ഓഫീസിന് ചുറ്റും കറങ്ങിയതും ആ ഓഫീസിനുള്ളിൽ ആ ക്വാർട്ടേഴ്സിനുള്ളിൽ ഒരു കട്ടിലിൽ വിരിച്ചിട്ടിരുന്ന ബെഡ്ഷീറ്റ് എടുത്ത് അത് ചവിട്ടി ചീന്തി തുണ്ടമാക്കി അവിടെയെല്ലാം ചെതറിയിട്ടിരുന്നു. ഈ കാഴ്ചകളെല്ലാം കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ കണ്ടത് ആ കുട്ടിക്കുറുമ്പൻ്റെ പണിയല്ല, ഈ കൊലക്കൊമ്പൻ്റെ പണിയാണ്. അവനെ വകവരുത്തി ജോണിൻ്റെ കാര്യം ഇങ്ങനെ പീറ്റർ പറഞ്ഞപ്പോൾ പറയുക, എന്ത് ചെയ്യാനാ, എന്ത് സംഭവിച്ചാലും ഇപ്പം പോയി നോക്കാൻ പറ്റത്തില്ല. ആന കൊന്നു കഴിഞ്ഞാൽ ആന പരിസരം വിടത്തില്ല. അതുകൊണ്ട് ആ ശവത്തിനത് കാവൽ നിൽക്കും. അതുകൊണ്ട് ഇപ്പം പോകുവാനാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് വളരെ വ്യസനത്തോടെ നിൽക്കുമ്പോഴാണ് ഞാൻ ചെന്ന് ഇവർക്ക് പുറകിലായിട്ട് നിൽക്കുന്നതും പെട്ടെന്ന് ഇവർ തിരിഞ്ഞ് ഈ കനലിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ മുഖം കണ്ടപ്പോൾ പീറ്റർ ആദ്യമേ ഭയപ്പെട്ടു പോയി. വല്ല പ്രേതമാണോ? അവർക്ക് വിശ്വസിക്കാനായില്ല. അത്ഭുതങ്ങളുടെ ദൈവം, കൊലക്കൊമ്പനെയും ദിശ തിരിച്ചു വിട്ട് പ്രാണനെ കാക്കുന്നവനായ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കുത്തിക്കുറിച്ച എൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ ഞാൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് ഒരിക്കൽ സുവിശേഷ വിരോധിയും സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഉത്തരവിന് സൈൻ ചെയ്തു കൊടുത്ത യുവജന പ്രമാണിയുമായിരുന്ന യഹൂദന്മാരുടെ സുന്നകദോഷിന് പോലും ചെയ്യുവാൻ പോകുന്ന അധികാരം ഉണ്ടായിരുന്ന ശൗല് തൻ്റെ ക്രിസ്തുവിൻ്റെ ദർശനം പ്രാപിക്കുന്നതിന് മുൻപുള്ള ജീവിതത്തെ കുറിച്ച് തൻ്റെ പത്രികയിൽ ഇപ്രകാരം താൻ കുറിച്ചു: അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എന്നെ ഒരുക്കിയ ദൈവം
നമ്മുടെ ജീവിതത്തിൻ്റെ പന്താവുകളിൽ ഉണ്ടാകുന്ന ഏതനർത്ഥവും നമുക്ക് നന്മയ്ക്കായി. അങ്ങനെ അനേക അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളെക്കുറിച്ചൊന്നും അധികമായിട്ട് വിവരിപ്പാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ഏതായാലും 82 ആയതോടുകൂടി കേരളത്തിൽ നിൽക്കുവാൻ കഴിയാതെ വന്നു. കേരളം വിട്ടു. 84 വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് സൈറ്റിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ കോൺട്രാക്ട് വർക്കിനോടുള്ള ബന്ധത്തിൽ ജോലിയിലായിരിക്കുമ്പോൾ അവസാനമായി ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ഭാരമായി കടന്നു. അതിനിടയിൽ അത്ഭുതകരമായി 82 ഒരു ബസ് അപകടത്തിൽ നിന്ന് നെഞ്ചിൻ കൂട് തകർന്നു പോകാവുന്ന സ്ഥാനത്ത് കാലുകളെല്ലാം തകർന്നു പോയ അവസ്ഥയിൽ നാട്ടിലേക്ക് ഞാൻ മടങ്ങി വന്നു. അമ്മയുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും മുൻപിൽ പരുക്ക് പറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്, വടകരയിൽ വെച്ച് നടന്ന അപകടത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത എന്നെ ഒരു തൊഴിലാളിയുമായിട്ട്, ഞാൻ ജോലി ചെയ്തിരുന്ന അന്ന് ക്യൂൻസ് ബാർ അറ്റാച്ച്ഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു തൊഴിലാളിയുമായി എന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ച സമയത്ത് പാളയം ബസ് സ്റ്റാൻഡിൽ വന്ന് വീട്ടിലേക്ക്, കാരണം ഗത്യന്തരമില്ലാതെ ഒന്നുമില്ലാതെ ഭവനത്തിലേക്ക് മടങ്ങുന്നതിൽ ഒത്തിരി ദുഃഖമുണ്ടായിരുന്നു. അതായിരുന്നു എപ്പോഴും ഭവനത്തിലേക്കുള്ള മടങ്ങി വരവിന് എനിക്ക് തടസ്സം നിന്നിരുന്നത്. ഒത്തിരി ദുഃഖമുണ്ടെങ്കിലും എൻ്റെ ശാരീരികമായ നിസ്സഹായ അവസ്ഥയിൽ, ആരും സഹായമില്ലാത്ത അവസ്ഥയിൽ എഴുന്നേറ്റ് നിൽക്കുവാനോ ജോലി ചെയ്യുവാനോ നിവൃത്തിയില്ലാത്ത കൊടും വേദനയുടെ മധ്യത്തിൽ ഞാൻ ഭവനത്തിലേക്ക് ഒരു പേപ്പറിൽ അല്പം ഒരു കുറിപ്പ് എഴുതി. ഞാൻ ഇതുപോലെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞ് പാളയം സ്റ്റേഷനിൽ ഒരു ബസ്സിൽ കൊടുത്തു വിട്ടതിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും അവിടെ അഡ്മിഷൻ ലഭിച്ചില്ല. കാരണം എൻ്റെ പിന്നിൽ ആരും ഇല്ലായിരുന്നു, എൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. അവർ അത് ചെറിയ കാലുകളൊക്കെ നോക്കി എന്നോ കുറച്ച് മരുന്നുകൾക്ക് കുറിച്ചതിന് ശേഷം ഡോക്ടർ എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ തിരിച്ചു വന്ന് പാളയം ബസ് സ്റ്റാൻഡിൽ വന്ന് ഞാൻ ഈ തൊഴിലാളിയോട് പറഞ്ഞു. ഈ തൊഴിലാളി പറഞ്ഞു എന്നെ മെഡിക്കൽ കോളേജിലാക്കി വീട്ടുകാർ വരുന്നത് വരെ സംരക്ഷിച്ചിട്ട് തിരിച്ചു ചെല്ലാനാ മുതലാളി പറഞ്ഞത്. ഞാൻ പറഞ്ഞു നീ പേടിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യ്, എന്നെ ബസ്സിൽ കയറ്റി ഇരുത്തിയേക്കാൻ പറഞ്ഞു. അവർ ബസ്സിൽ കയറ്റി ഞാൻ ഡ്രൈവറിൻ്റെ എതിർഭാഗത്തായിട്ടുള്ള ടൂൾ ബോക്സിന് മേളിൽ എൻ്റെ പ്ലാസ്റ്റർ ചെയ്ത അരഞ്ഞ് വീർത്ത് വലിയ തടിമാടം പോലെ ആയിരുന്ന എൻ്റെ കാല് എടുത്ത് അതിൻ്റെ ടൂൾ ബോക്സിൻ്റെ പുറത്ത് വെച്ച് ഞാൻ വഴിക്കടവിനുള്ള ബസ്സിൽ കയറിയിരുന്നിട്ട് ആ തൊഴിലാളിയെ പറഞ്ഞു വിട്ടു. ഞാൻ ചുങ്കത്രയിൽ കടന്നു ചെന്ന് ഞങ്ങളുടെ ടൗണിൽ ഇറങ്ങി ഞാൻ ഏത് കടക്കാരന് ലെറ്റർ കൊടുത്തു വിട്ടോ ആ കടക്കാരനോട് പറഞ്ഞു, അക്കരെ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ എൻ്റെ വീട്ടിൽ വിവരം അറിയിച്ചേക്കാൻ പറ, ഞാനിവിടെ ഈ ക്ലിനിക്കിലുണ്ട്, ശാന്തി ക്ലിനിക്കിലുണ്ടെന്നും പറഞ്ഞ് ചെറുപ്പം മുതൽ അറിയുന്ന ഒരു ക്ലിനിക്കിൽ കയറി ഞാൻ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അവിടെ എനിക്ക് മയക്കുമരുന്ന് തന്നു. എന്നെ ഞാൻ മയങ്ങി കിടക്കുമ്പോൾ ഞാൻ ദൈവത്തിൽ എൻ്റെ കരങ്ങളിൽ എൻ്റെ ചെറുപ്രായം മുതലുള്ള അനേക കാര്യങ്ങൾ മിന്നലുപോലെ ഇങ്ങനെ കടന്നുപോയി. അവസാനം ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു വിലപിച്ചു, ദൈവമേ എനിക്കൊരു പുതുജീവിതം. ഞാൻ ഈ അവസ്ഥയിൽ, നിസ്സഹായ അവസ്ഥയിൽ ഭവനത്തിൽ കടന്നു വന്നല്ലോ. ഞാൻ കണ്ണു തുറന്ന് മയക്കത്തിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ എൻ്റെ കാൽക്കലായി തറയിലിരുന്നു കൊണ്ട് തോരാതെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മയുടെ മുഖം കണ്ടപ്പോൾ എൻ്റെ നെഞ്ച് തകർന്നു. ഞാൻ സ്വയമായിട്ട് എന്നെ അർപ്പിച്ചു. ഞാൻ എൻ്റെ പുകവലിയും മദ്യപാനവും മയക്കുമരുന്നും എല്ലാം ഉപേക്ഷിച്ച് ചില ആഴ്ചകൾക്കുള്ളിൽ സൗഖ്യമായി ഞാൻ ഭവനത്തിലെത്തിയതിനു ശേഷം കൂട്ടായ്മകൾക്കൊക്കെ നിരന്തരമായി സംബന്ധിച്ചു. എന്നാൽ 82 നവംബർ മാസത്തിൽ ഞങ്ങളുടെ സഭയെന്ന് പറയുന്നത് കുക്ക് സാഹിബിൻ്റെ കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ്. എന്നാൽ കൊരിന്ത്യ സഭയുടെ എല്ലാ അനുഭവങ്ങളുമുള്ള സഭ, എല്ലാ കൃപാവരങ്ങൾക്ക് യാതൊന്നിനും കുറവില്ല. എന്നാൽ ജഡികരുടെ തേർവാഴ്ചകളും പലപ്പോഴും ജഡികമായ തേർവാഴ്ചകളും വഴക്കുകളും വക്കാണങ്ങളും ഒക്കെ ഗ്രൂപ്പിസവും ഭിന്നതയും ഒക്കെ
ഈ സഭകൾക്കുള്ളിൽ വളരെ വേരോടിയിരുന്നു. എനിക്കറിയാം, എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ നാട് വിടുന്നതിന് മുമ്പ് നിലമ്പൂരിൽ കരിമ്പുഴയ്ക്കും പുന്നപ്പുഴയ്ക്കും ഇടയിലായി കിടക്കുന്ന ഞങ്ങളുടെ ചെറുദ്വീപ് പോലെ കിടക്കുന്ന ആ കരയിൽ ഒരു സഭയുണ്ടായിരുന്ന കാലത്ത് വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്ന ഏതൊരു പാർട്ടിയെക്കുറിച്ച് കേട്ടിട്ടുള്ളതുപോലെ പിന്നെ അനേക ബന്ധക്കോസ്ത് സഭകൾ ഉടലെടുത്തിരുന്നു. എന്നാൽ ഞാൻ നിരന്തരമായി സഭയിൽ പോവുകയും ആരാധിക്കുകയും ദൈവ ആരാധനയ്ക്ക് സംബന്ധിക്കുകയൊക്കെ ചെയ്തു. നവംബറിൽ നടന്ന ഒരു കൺവെൻഷനിൽ ഒരു ഹൈന്ദവ സഹോദരൻ്റെ സാക്ഷ്യം കേട്ട് ഞാനന്ന് കർത്താവിന് വേണ്ടി യഥാർത്ഥമായി ഏൽപ്പിച്ചു കൊടുത്തു. സൺഡേ രാവിലെ ഞാൻ സ്നാനപ്പെട്ടു. നവംബർ 82 നവംബർ 22 ആണെന്ന് തോന്നുന്നു സൺഡേ. ഞാൻ സ്നാനപ്പെട്ട അന്ന് അനുഗ്രഹിക്കപ്പെട്ട കത്രിമേശയോടുകൂടി നടന്ന ആരാധനയ്ക്ക് ശേഷം ഈ കൺവെൻഷൻ്റെ വരവ് ചിലവ് കണക്കുകൾ നിമിത്തമായിരിക്കാം എന്തുകൊണ്ടോ ഉണ്ടായ വാഗ്വാദവും കലഹവും വഴക്കും അന്ന് ജനിച്ച ആത്മീക ശിശുവായിരുന്ന എൻ്റെ കഴുത്ത് ഞെരിച്ച് ഇല്ലായ്മ ചെയ്യുന്നത് പോലെ തമിഴ്നാട്ടിലൊക്കെ അനഭിമതയായി ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ ഒരു നാണയത്തൊട്ട് അവരുടെ തൊണ്ടയിലേക്ക്, ആ പിഞ്ചു കുഞ്ഞിൻ്റെ തൊണ്ടയിലേക്ക് വല്യമ്മമാരാരെങ്കിലും കടത്തി വെക്കുമെന്നും ആ കുഞ്ഞ് ശ്വാസം മുട്ടി പിടഞ്ഞു മരിക്കുമെന്നും ഞാൻ കേട്ടിട്ടുള്ളത്. അന്ന് ജനിച്ച എൻ്റെ ഉള്ളിൽ ജനിച്ച ആത്മീക ശിശു പിടഞ്ഞു മരിക്കുന്ന അവസ്ഥ ഇന്നും എൻ്റെ മനോമുകുരത്തിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. ദൈവമക്കളെന്ന് പറയുന്ന അനേകരുടെ ജീവിതത്തിൽ യഥാർത്ഥ മൂല്യവും യഥാർത്ഥ വിശ്വാസവും ഭക്തിയും കാണാത്തത് കൊണ്ട് ബന്ധക്കോസ്ത് തലമുറകളിലും ദൈവദാസന്മാരുടെ തലമുറകളിലുമൊക്കെ എത്രയോ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു കളയരുത്. പിന്നത്തേതിൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വളരെ വലിയ മനോവ്യസനമായി തീർന്നു. പതുക്കെ നാട്ടിൽ നിന്നുകൊണ്ട് അമ്മയുടെ കൂടെ താമസിച്ചുകൊണ്ട് അമ്മ വെക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് മദ്യപിക്കുവാനും മയക്കുമരുന്നിന് അടിമപ്പെടുവാനും തുടങ്ങി. അവസാനം ഈ രാത്രിയിലേത് സമയത്തും 12 മണിക്കും 2 മണിക്കും 3 മണിക്കും അല്ലെ പലപ്പോഴും കൂട്ടുകാരും ഓർത്ത് ശ്മശാനങ്ങളിലും പുഴയുടെ തീരത്തും ഇരുന്ന് കഞ്ചാവും കറപ്പും ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത വാർത്തകളും സംസാരിച്ച് ഭവനത്തിൽ കടന്നു വന്നാലും ഏത് സമയത്തും നെടുവീർപ്പോടെ കരഞ്ഞു വിലപിക്കുന്ന മാതാവ്, നേരം വെളുത്താൽ വെട്ടം വീഴുമ്പോൾ പറമ്പിലേക്ക് ഇറങ്ങുന്ന മാതാവ്, സൂര്യൻ അസ്തമിച്ചിരുട്ട് മൂടുന്നത് വരെ ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി വയറ് നിറയുവാനായി അധ്വാനിക്കുന്ന ആ മാതാവിനെ ദുഃഖിപ്പാൻ മനസ്സില്ലാതെ വളരെ നിർബന്ധിച്ച് മാതാവിൽ നിന്ന് സമ്മതം വാങ്ങി മധ്യപ്രദേശിലായിരുന്ന എൻ്റെ മൂത്ത സഹോദരിയുടെ കുടുംബത്തിൻ്റെയും അടുക്കൽ ഞാൻ കടന്നുപോയി. അവിടെ കോർബായിൽ ഉണ്ടായിരുന്ന എൻ്റെ മൂത്ത സഹോദരിയോട് കുടുംബത്തോട് ഒരുമിച്ച് കൂട്ടായ്മയിലൊക്കെ കടന്നു പോകുമെങ്കിലും അവിടെ അടുത്ത് തന്നെയുള്ള MBEBയുടെ NDPCയുടെയും ഒക്കെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ വെൽഡിങ് പഠിക്കുവാനായിട്ട് ജോലി ചെയ്ത ഞാൻ ജോലി സ്ഥലത്ത് പുകവലിക്കും അത് കിട്ടുന്നതൊക്കെ ഉപയോഗിക്കും, ജർദ തിന്നും. എന്നാൽ സഭയിൽ ഭക്തനായിട്ട് പോയിരിക്കും. പെങ്ങളെ അളിയനെ ഭയപ്പെട്ട് ഇങ്ങനെ കപടവേഷം കെട്ടുവാനും ചില നാളുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു. എന്നാൽ എനിക്ക് കപടവേഷം കെട്ടുന്നത് എൻ്റെ മരണത്തെക്കാളും വളരെ വിഷമമായിരുന്നു. പിന്നത്തേതിൽ പെങ്ങളോട് വ്യാജം പറഞ്ഞ് ഒരു പരുവത്തിന് ഞാൻ വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് സൈറ്റിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ആരംഭിച്ച കാലഘട്ടങ്ങളിൽ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വ്യാപകമായ സമയത്ത് സമ്മതം വാങ്ങി വിശാഖപട്ടണത്തെത്തുകയും 84 അവസാനത്തെ പിടി ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ഭാരമായി. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് സൈറ്റിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മലേറിയ പിടിച്ചു, ന്യൂമോണിയ പിടിച്ചു, ഭക്ഷണമൊന്നും കഴിക്കാൻ വഴിയാതായി. പുറമേ നോക്കുന്നവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല.
എന്നാ എന്തോ എൻ്റെ ശരീരം മുഴുവൻ വെട്ടിമുറിക്കുന്ന വേദനയും മലേറിയയുടെയും ന്യൂമോണിയയുടെയും പ്രയാസങ്ങളും, ഞാൻ വലിയ അന്ധകാര ശക്തികൾ എൻ്റെ മേൽ പിടിമുറുക്കി. അന്ധകാരത്തിൻ്റെ ഭീതികൾ എന്നെ ഞെരുക്കുവാൻ തുടങ്ങി. മരണത്തിൻ്റെ നീരാളിയുടെ പിടുത്തത്തിൽപ്പെട്ട് ഞാൻ വീർപ്പുമുട്ടുവാൻ തുടങ്ങി. ആ കൊടിയ വേദനയിൽ ഞാനൊരു കാര്യം ചിന്തിച്ചു, തീരുമാനിച്ചു. ജീവിതത്തിൽ ഭീതി എന്തെന്നറിയാത്ത ഞാൻ മരണഭീതിയിൽ കിടന്ന് നട്ടം തിരിഞ്ഞ അളവുകളിൽ ഞാൻ ചിന്തിച്ചു, ഞാൻ തീർന്നു പോകും, രക്ഷപ്പെടത്തില്ല. സ്നേഹത്തോടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുവാൻ ആരെങ്കിലും ഉള്ളിടത്ത്, എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഉള്ളിടത്ത് എത്തിച്ചേർന്നിട്ട് ജീവൻ പോയാൽ മതി എന്ന് വിചാരിച്ച്, ഏതായാലും ഞാൻ അന്നും താമസിച്ചിരുന്നത് ആ സൈറ്റിനുള്ളിൽ നടത്തുന്ന ഒരു ചായക്കടക്കാരൻ്റെ ചായ്പിനുള്ളിലായിരുന്നു. ആഴ്ചകളായി ജോലി ചെയ്യുവാനാവാതെ എഴുന്നേൽക്കുവാൻ ശേഷിയില്ലാത്ത എൻ്റെ കിടപ്പ് കണ്ട് കഠിനാധ്വാനിയായ ഞാൻ അങ്ങനെ കിടക്കുന്നത് എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ പലപ്പോഴും മരുന്നുകളൊക്കെ വാങ്ങുന്നുണ്ട്, മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്. ആ ചായക്കടക്കാരൻ കനിഞ്ഞു തന്ന ഒരു 50 രൂപയും വാങ്ങിക്കൊണ്ട് ആ വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് സൈറ്റിൽ നിന്നും ഞാൻ എൻ്റെ പെട്ടിയും സാധനങ്ങളും എല്ലാം എടുത്ത് യാത്രയായി. ഞാൻ ആ കടക്കാരനോട് പറഞ്ഞു, ഞാൻ എൻ്റെ പെങ്ങളുടെ അടുത്ത് പോകുക, മധ്യപ്രദേശിൽ എൻ്റെ പെങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചു. തുടർന്ന് ഗാജ്വാഗയിലെത്തിയ ഞാൻ എന്തോ എൻ്റെ ഉള്ളിലൊരാഗ്രഹം, ഭയങ്കര വേദന, കഠിനമായ ജ്വരം, മലേറിയ വിട്ട് പനിക്കുകയാണ്. അവിടെ വന്ന് ഞാൻ സാധാരണ കയറുന്ന ഒരു ഹോട്ടലിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചേച്ച് എൻ്റെ പെട്ടി അതിനകത്ത് വെച്ചിട്ട് ഞാൻ ആ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കൊടും വേദനയിൽ ഉരുണ്ട് കിടന്ന് നിലവിളിക്കണമെന്ന് പരസ്യമായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഉരുണ്ട് കിടന്ന് നിലവിളിക്കുവാനാവാതെ മരണവേദനയാൽ വ്യഥപ്പെടുമ്പോൾ എന്തോ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു തോന്നി, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ. കാരണം എനിക്ക് കരഞ്ഞ് വിലപിടിക്കണമെന്നുണ്ട്, പ്രാർത്ഥിക്കണമെന്നുണ്ട്. എന്നാൽ എൻ്റെ അന്തരംഗത്തിൽ പിശാച് ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നു. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അങ്ങനെ പിശാച് എൻ്റെ വാ മൂടിക്കെട്ടിയപ്പോൾ ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ ഹല്ലേലൂയ ഇരുന്നു കൊണ്ട് അങ്ങനെ അന്തരാത്മാവിൽ വിലപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബൈബിളുമായി സ്റ്റീൽ പ്ലാന്റ് സൈറ്റിലേക്ക് പോകുന്ന ഒരു ബസ്സിൽ ചാടിക്കയറുന്ന ഒരു വ്യക്തിയെ കാണുകയും, ഒരു പാസ്റ്റർ, ഏതോ ഒരു സുവിശേഷ പ്രാർത്ഥനാ കൂട്ടത്തിന് പോയിട്ട് വരെ മടങ്ങുന്ന ഒരു ഭക്തനാണെന്നുള്ള തിരിച്ചറിവിൽ ഞാൻ ഓടിച്ചെന്ന് കയറി. ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് ബസ് വിട്ടു. ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടു. അത് എങ്ങോട്ടാണ് പോകുന്നു, കങ്ങട എന്ന് പറയും, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്റ്റീൽ പ്ലാന്റ് സൈറ്റ് തുടങ്ങുന്നിടത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ കൂടെ വന്നാൽ മതി, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇതിനുള്ളിൽ അദ്ദേഹത്തിന് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി. ഞാനും അവിടെ ഇറങ്ങി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എവിടെ പറഞ്ഞു, ഇന്ന് വൈകിട്ട് പ്രാർത്ഥനയുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ പെട്ടി അവിടെ ഗാജ്വാഗയിലെ ഇരിക്കുന്നത്, ഞാൻ അടുത്ത വണ്ടിക്ക് പോയിട്ട് അത് എടുത്തുകൊണ്ട് വരട്ടെ. അദ്ദേഹം പറഞ്ഞു, പോയി എടുത്തുകൊണ്ട് പോരാ എന്ന് പറഞ്ഞ് അവിടെ നിന്നുകൊണ്ട് ആകെ ഒരു ചേരി പ്രദേശം പോലെയാണ് അവിടെ. മുക്കുവ ഗ്രാമമാണ്, എല്ലാ ഓലയിട്ട വീടുകളാണ്. അതിൻ്റെ മധ്യത്തിൽ ഒരു 2 നില ബിൽഡിംഗ് ഉണ്ട്. ആ 2 നില ബിൽഡിങ് ചൂണ്ടിക്കാണിച്ചിട്ട് കുറച്ച് കാടിനുള്ളിലായിട്ട് കുറച്ച് കാട് പോലെ കിടക്കുന്ന, ഫോറസ്റ്റ് പോലെ കിടക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് ആ കുന്നിന് മുകൾ ഭാഗത്തായിട്ടാണ് ആ ബിൽഡിങ് നിൽക്കുന്നത്. ആ ബിൽഡിങ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ ബിൽഡിങ്ങിൽ വന്ന് നിന്നാൽ മതി, ഞാൻ അവിടെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി പെട്ടിയൊക്കെ എടുത്തുകൊണ്ടെന്ന് ആ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ, ഭർത്താമക്കാരാ, അവിടെ ഒരു കോൺട്രാക്ടറാണ് താമസിക്കുന്നതെന്ന് മനസ്സിലായി. കാരണം മേളിൽ താമസിച്ചിരുന്ന ഒരു സഹോദരന് പെട്ടെന്ന് ഒരു പയ്യൻ ഇറങ്ങി വന്നു പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ പാസ്റ്റർ പറഞ്ഞു വിട്ടിട്ടാണ് വന്നത്. അപ്പോൾ ആ പെട്ടി അവിടെ ആ സ്ത്രീയെ മേടിച്ച് അകത്ത് വെച്ചു, അകത്തോട്ട് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പയ്യനോട് ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് കിടക്കണം. മലേറിയ മൂർച്ഛിക്കാൻ തുടങ്ങി. എനിക്കാകെ വേദന കഠിനമാകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് കിടക്കണം. അദ്ദേഹം പറഞ്ഞു, വാ, സ്റ്റെപ്പ് കയറി വാ എന്ന് പറഞ്ഞു. സ്റ്റെപ്പ് കയറി ചെന്ന് അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെന്ന് ഞാൻ കിടന്ന് അർദ്ധബോധാവസ്ഥയിൽ അങ്ങനെ കിടക്കുമ്പോഴാണ്
താഴെ വന്ന് അദ്ദേഹം വിളിക്കുകയാണ്, എന്നെ കൂട്ടിക്കൊണ്ടുപോയ സഹോദരൻ വിളിക്കുകയാണ്, ഈ പയ്യൻ പെട്ടെന്ന് പറഞ്ഞു, പാസ്റ്റർ വിളിക്കുന്നു. ഞാൻ ചോദിച്ചു, പാസ്റ്ററോ? അത് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടില്ലേ, അദ്ദേഹമാണ് കൂട്ടായ്മ നടത്തുന്നത്, വൈകിട്ട് കൂട്ടായ്മയുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഇറങ്ങി വന്നപ്പോഴേക്ക് പാസ്റ്റർ പോവുക മുന്നിൽ. അപ്പോൾ ഈ സഹോദരനോട് പറഞ്ഞു, അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വേഗം വാ എന്ന് പറഞ്ഞു. സമയം പോയി. അപ്പോൾ ഓടുക. അപ്പോൾ അതിൻ്റെ പുറകെ എനിക്ക് ഓടിയെത്താനാകുന്നില്ല. ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു, സഹോദര ഒന്ന് ചെന്ന് പാസ്റ്ററോട് ഒന്ന് നിൽക്കാൻ പറ, 1 മിനിറ്റ്. അങ്ങനെ പറഞ്ഞപ്പോഴേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 1.5 കിലോമീറ്റർ ഞങ്ങൾ ദൂരം പോയി. പല കുടിലുകളിൽ നിന്നും പലരും കൂട്ടായ്മയ്ക്ക് വരുന്നവരെന്നപ്പോഴേക്ക് 5-6 പേരുണ്ട്. അപ്പോൾ ഞാൻ പാസ്റ്റർ നിന്നു. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. എന്നപ്പോഴേക്ക് മലേറിയ അങ്ങ് കൂടി, കൊടിയ വേദനയായി അദ്ദേഹം. അപ്പോൾ അടുത്ത് ഉള്ള കുടിയിൽ നിന്ന് ഒരു സഹോദരൻ ഇറങ്ങി വന്നു കൂട്ടായ്മയ്ക്ക് പോകാൻ. അപ്പോൾ ആ സഹോദരനോട് പറഞ്ഞു, ഇദ്ദേഹത്തെ അകത്തോട്ടൊന്ന് കിടത്തിയേച്ചു വാ, അദ്ദേഹം അവിടെ കിടക്കട്ടെ, നമുക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കിടത്തി ഇദ്ദേഹം പോയി. ഞാൻ വിചാരിച്ചു ഇവർ തിരിച്ചു വന്നിട്ട് പ്രാർത്ഥിക്കുമായിരിക്കും, എല്ലാവരും കൂടി വന്ന് പ്രാർത്ഥിക്കാനായിരിക്കും എന്ന് വിചാരിച്ചു. അവിടെ വേറെ സഹോദരന്മാരുണ്ട് കൂട്ടായ്മയ്ക്ക് പോകാത്തവർ, ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഇടമാണ്. ഞാൻ അവരോട് ചോദിച്ചു, അവർ എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ. ഞാൻ പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് വിശപ്പില്ല, പിന്നെന്തോ വേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്കൊരു കമ്പിളിതാ, ഞാനൊന്ന് പുതയ്ക്കട്ടെ, എന്നിട്ടൊരു നല്ലൊരു കട്ടൻ കാപ്പി സ്ട്രോങ് ആയിട്ട് ഒരു കട്ടൻ കാപ്പി ഇട്ട് തന്നു. കട്ടൻ കാപ്പി കുടിച്ചു. ഞാൻ കമ്പിളിയും മൂടിപ്പുതച്ച്, തലമനങ്ങാനും മൂടിപ്പുതച്ച്, ഞാൻ വിറച്ച് പനിച്ച് കൊടും വേദനയാൽ ഭാരപ്പെട്ട് ഇങ്ങനെ അർദ്ധബോധാവസ്ഥയിൽ കിടക്കുമ്പം കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും മയക്കമായി. കുറേ കഴിഞ്ഞപ്പോൾ ഓലമറ മാറ്റി കൂട്ടായ്മയ്ക്ക് പോയ സഹോദരനാകാം ആരോ അകത്ത് വന്നു. അപ്പോൾ അടുക്കളയിൽ ചെറ്റ കൊണ്ട് മറച്ചിരിക്കുന്ന അടുക്കളയിൽ ഒരു വിളക്ക്, ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിക്കുന്നത് വെളിച്ചം കണ്ടു. കത്തിച്ച് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റേ സഹോദരനോട്, ഈ കഥ തുറന്നു കൊടുത്ത സഹോദരനോട് ചോദിക്കുന്നുണ്ട്, വന്നാൾ ഉറങ്ങിയോ, കഴിച്ചോ? ഭക്ഷണമൊന്നും കഴിച്ചില്ല, കിടന്നു ഉറങ്ങിയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ അല്പം പ്രയാസപ്പെട്ടാണെങ്കിലും ശബ്ദം ഉയർത്തി ഞാൻ ചോദിച്ചു, ബ്രദറെ? അപ്പോൾ അദ്ദേഹം എൻ്റെ വിളി കേട്ടു. കൂട്ടായ്മ കഴിഞ്ഞു. പാസ്റ്റർ എന്തിയെ? പാസ്റ്റർ പോയി. എന്തോ ഞാൻ ഇത്രമാത്രം പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഐ ഡോണ്ട് നോ. ഞാൻ ഇത്രയും പറഞ്ഞു. എന്തൊരു പാസ്റ്ററാ! ഞാൻ സുഖമില്ലാതെ പ്രാർത്ഥിക്കാനായിട്ട് വന്നതാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ പോയോ? ഞാനും പാസ്റ്റേഴ്സ് ഇങ്ങനാണോ? അങ്ങനെ എന്തോ പറഞ്ഞു. ഐ ഡോണ്ട് നോ. വീണ്ടും ഞാൻ വളരെ ഭാരപ്പെട്ടു. ദൈവമേ, എന്തിനു വേണ്ടി ഇവിടെ വന്നു? വല്ല ആശുപത്രിയിലും പോയി കിടന്നിരുന്നെങ്കിൽ, ഒത്തുമില്ലെങ്കിൽ എന്തെങ്കിലും മരുന്നോ, എന്തെങ്കിലും പരിചരണമോ എന്തെങ്കിലും ലഭിച്ചേനെ. ഞാൻ ഇവിടെ എന്തിനു വേണ്ടി വന്നു? ഇവിടെ കിടന്ന് മരിക്കാനാണോ എന്നൊക്കെ ഭാരപ്പെട്ട് നിലവിളിച്ചുകൊണ്ട് അന്തരാത്മാവിൽ അങ്ങനെ വിലപിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അല്പം കഴിയുമ്പോൾ ഈ സഹോദരൻ ഭക്ഷണമൊക്കെ കഴിച്ചു, വിളക്കൊക്കെ കെടുത്തി. ഞാൻ വിചാരിച്ചു ഈ സഹോദരനും കിടന്നു കാണുമെന്നാണ് വിചാരിച്ചത്. അല്പം കഴിഞ്ഞപ്പോൾ ഒരു ആരവം കേൾക്കാം. ആരവം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനുഷ്യത ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. കള്ളനാണോ എന്നറിയാമോ, കൊലപാതകിയാണോ എന്നറിയാമോ, ഇവനെയൊക്കെ കയറ്റി കിടത്താൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചില പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. പിന്നീടാണ് ഞാൻ ഇത് പറഞ്ഞതൊക്കെ എനിക്ക് വ്യക്തമായത്, അവരുടെ കൂട്ടത്തിൽ നടന്നപ്പോഴാണ്. അപ്പോഴെനിക്ക് വ്യക്തമായില്ല. അപ്പോൾ ഒരു ആരവം പോലെ കേൾക്കുന്നത്. ഏതായാലും ആരവം പോലുള്ള ശബ്ദം എന്താണെന്ന് നോക്കിയപ്പോൾ ഈ ആരവം വന്ന് ഈ കുടിലിന് മുന്നിൽ നിന്ന് അവിടെ നിന്ന് ബാക്കിയുള്ളവരെല്ലാം കുറേ പേര് പുറത്ത് നിന്നു. കാൽച്ചുവടുകളുടെ ശബ്ദത്തിൽ കേൾക്കാം. 1-2 പേര് വന്നു. ഞാൻ കിടക്കുന്നതിനടുത്തായിട്ട് ഒരാൾ വന്നു നിന്നു. പെട്ടെന്ന് ഒരു ടോർച്ചിൻ്റെ വെളിച്ചം എൻ്റെ മുഖത്തേക്ക് ആഞ്ഞു പതിച്ചു. ഇവിടെ എഴുന്നേക്കടാന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കമ്പിളി മാറ്റി എഴുന്നേൽക്കാൻ എൻ്റെ ശരീരം പെട്ടെന്ന് ക്ഷമതമായിരുന്നില്ല. കോപാക്രാന്തമായ അദ്ദേഹത്തിൻ്റെ മുഖഭാവവും എഴുന്നേക്കടാന്ന് പറഞ്ഞുള്ള ആ ശബ്ദവും പിന്നീട് അവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങി അന്നപ്പോഴത്തേക്ക് 10-20 പേരുണ്ട് ചുറ്റും.
ഇവരുടെ മധ്യത്തിൽ നടക്കടാന്ന് പറഞ്ഞു. നീ എവിടുന്നാ വന്നത്? എന്തോ നിന്റെ പെട്ടി എന്തി? അവിടെ ഇരിപ്പുണ്ട്. പെട്ടിക്കകത്ത് എന്തോ ആണ്? വടിയുണ്ടോ? തോക്കുണ്ടോ? കത്തിയുണ്ടോ? നിന്റെ ഉദ്ദേശം എന്തോ? തനി ചുരുക്കമായിട്ട് പറഞ്ഞാൽ എന്നെ കള്ളനായിട്ടങ്ങ് ചിത്രീകരിക്കുക. എനിക്കാണെങ്കിൽ തൊണ്ടയെല്ലാം കെട്ടി, കഫം കൊണ്ട് കെട്ടി ക്ലോസ് ആയിരിക്കുക. ശബ്ദിക്കാൻ നിവൃത്തിയില്ല, ഒച്ച വെക്കാൻ നിവൃത്തിയില്ല. ഞാനിതെല്ലാം കേട്ട് അറുപ്പാൻ കൊണ്ടുപോകുന്ന കുഞ്ഞുവാടിനെ പോലെ എൻ്റെ മുൻപിൽ മിണ്ടാതിരുന്നെന്ന് പറഞ്ഞ പോലെ ഞാൻ മിണ്ടാതെ നടക്കുക. പക്ഷേ ഈ ക്രുദ്ധനായ ഈ മനുഷ്യൻ്റെ മുഖവും അവരുടെ ചുറ്റുമുള്ളതായ ഈ ചെറുപ്പക്കാരുടെ മുഖവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇവരെല്ലാവരും കൂടി എന്നെ ആക്രമിക്കും, ഇവരെല്ലാവരും കൂടി എന്നെ തല്ലും, ഇവരെല്ലാം കൂടി എന്നെ കൊല്ലും. എന്തെന്നില്ലാത്ത പൈശാചിക ശക്തിയായിരിക്കാം അത്രമാത്രം ഭീതിയിൽ എന്നെ കൊണ്ടെത്തിപ്പാൻ കാരണമായി തീർന്നു. എന്നെ കൊല്ലും എന്നൊക്കെ വിചാരിച്ച് അടുത്തുള്ളൊരു പോകുന്ന വഴി ഒരു ഷെഡിൽ, കാരണം അപ്പം ചിഹ്നം ഭിന്നം മയം പെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറ്റിരുട്ട മഴക്കാറ് കൊണ്ട് ആകാശമണ്ഡലം മുഴുവൻ മൂടിക്കെട്ടിയിരിക്കുകയാണ്. ഏകദേശം അർദ്ധരാത്രി കഴിഞ്ഞ സമയമാണ്. വല്ലാത്തൊരവസ്ഥ. അല്ലെങ്കിൽ അടുത്തൊരു കുടിയിൽ കയറി ഇവർ കാപ്പി കുടിക്കാനൊക്കെ അല്ലെങ്കിൽ കയറി കാപ്പി ഉണ്ടാക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തപ്പോഴും എന്നെ നിർബന്ധിച്ചപ്പോഴും കാപ്പി കുടിക്കാൻ ഞാൻ തയ്യാറായില്ല. എങ്ങനെങ്കിലും എന്തോ ഇവരോട് വല്ലാത്ത അരിശവും ദേഷ്യവും. കാരണം ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ കളവ് ചെയ്തോ ഒരു ചീത്ത വാക്കുപോലും ഉച്ചരിച്ചോ എൻ്റെ ജീവിതത്തിൽ അഭ്യാസമില്ലാത്തത് കൊണ്ട് എന്നെ കള്ളനായി ഇവർ ചിത്രീകരിച്ചത് എനിക്ക് ഉൾക്കൊള്ളുവാൻ ഒരിക്കലും കഴിഞ്ഞില്ല. ഒരിക്കലും ഏത് കാര്യത്തിലും വിശ്വസിക്കുന്ന കാര്യത്തിൽ സത്യസന്ധത പുലർത്തണം, പെർഫെക്റ്റ് ആയിരിക്കണം ജീവിതമെന്ന് എനിക്ക് എപ്പോഴും നിർബന്ധമുണ്ടായിരുന്നു. തിരിച്ച് ചെന്ന് കോൺട്രാക്ടറിൻ്റെ വീട്ടിൽ കയറിയപ്പോൾ കയറി പെട്ടിയെടുത്ത് ആ സ്ത്രീ പുറത്തു വന്നു. സ്ത്രീ പുറത്തു വന്ന് ആദ്യമേ പറഞ്ഞു, ആ പെട്ടി ഇങ്ങ് എടുത്തുകൊണ്ട് വാ. പെട്ടി കൊണ്ടുവന്ന് വന്നപ്പോഴത്തേക്ക് കോൺട്രാക്ടറും ഒരു മനുഷ്യൻ വന്ന് നോക്കിയപ്പം എന്തോ അവിടെ പെട്ടിക്കകത്തുള്ളത് ഇതാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടി അവിടെ ഇരുന്ന ടീപ്പോയുടെ മുൻപിലേക്ക് വെച്ചിട്ട് തളർന്ന അവശനായ ഞാൻ അവിടെ ഒരു കസേരയിൽ ഇരുന്നിട്ട് ഞാൻ ആ പെട്ടി, സാധാരണ ഞാൻ ഏത് പെട്ടി മേടിച്ചാലും ലോക്ക് മേടിക്കുന്ന ദിവസം കാണുകയല്ലാതെ പിന്നീട് എൻ്റെ കയ്യിൽ ലോക്ക് ഉണ്ടാകാറില്ല. ഞാൻ അതിൻ്റെ ഷൂട്ട് കേസിൻ്റെ ലോക്ക് തുറന്ന് അങ്ങോട്ട് മലത്തി ഇട്ട് കൊടുത്തപ്പോൾ ഏറ്റവും മേളിലിരിക്കുന്നത് ഞാൻ രണ്ടാമത് നാട്ടു വിട്ടിട്ട് വടക്കേ ഇന്ത്യക്ക് പോകുന്ന സമയത്ത് എൻ്റെ നേരെ മൂത്ത സഹോദരി മേടിച്ചു വെച്ച ഒരു പുതിയ ബൈബിള് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ചെയിൻ ഒരിക്കലും തുറന്നിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും അതായിരുന്നു ഏറ്റവും മുകളിൽ ഈ ബൈബിള് കണ്ടതോടെ ഈ സഹോദരൻ അബദ്ധമായെന്ന് തോന്നി. ഈ സഹോദരൻ്റെ വായടഞ്ഞു കഴിഞ്ഞ് ഞാനപ്പോൾ അമ്മാമയോട് പറഞ്ഞു, അപ്പോൾ അമ്മാമേ ഞാനിവിടെ നിന്ന് കിടന്ന് ഈ പെട്ടി ഇവിടെ ഇരുന്നോട്ടെ, ഞാനിവിടെ പുറത്ത് വരാന്തയിലെങ്ങാനും കിടന്നോളാം, നേരം വെളുത്തിട്ട് ഞാൻ പോയിക്കോളാം. കാരണം ഇരുട്ടിലേക്ക് പോകുവാൻ, പുറത്തേക്ക് ഇറങ്ങുവാൻ എനിക്ക് ഭയമായിരുന്നു. ആൾതാമസമില്ലാത്ത എവിടെയെങ്കിലും കൊണ്ടുപോയി ഇവരെന്നെ അപായപ്പെടുത്തുമെന്നുള്ള വലിയൊരു ഭീതി എൻ്റെ അന്തരംഗത്തിൽ അങ്കുരിച്ചു. പക്ഷേ ഇദ്ദേഹം ഷൗട്ട് ചെയ്തു, പറ്റത്തില്ല, ഇവിടെ ഒന്നും കിടക്കാൻ പറ്റത്തില്ല, ഇവിടെ പെട്ടി വെക്കാനും പറ്റത്തില്ല, ഇപ്പോൾ സ്ഥലം കാര്യമാക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് അല്പനേരം കൂടി ഇരിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കാണണ്ടേ? എനിക്കങ്ങ് അരിശവും കൂടി, കത്തിയുണ്ടോ തോക്കുണ്ടോ എന്ന് കാണണ്ടേ? ഇതെന്താണെന്നറിയാമോ? ബൈബിള്. എന്താണെന്നറിയാമോ? പക്ഷെ ഇങ്ങനെ ഓരോരോ സാധനങ്ങളും ഞാൻ നിരത്തി വെച്ച് തിരിച്ചു വെച്ചും കുറച്ച് സമയം കഴിച്ചു കൂട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഷൂട്ട് കേസ് അടച്ച് കുറച്ച് മാനസികമായിട്ട് ബലമേറ്റെടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ 1-2 സഹോദരന്മാർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങൾ മെയിൻ റോഡിൽ വരെ കൊണ്ടുപോയി വിടണം, കുറ്റിരുട്ട, ഇടയ്ക്കിടയ്ക്ക് മിന്നൽ വെല്ലുന്ന പ്രകാശത്തിൽ ഒരു നിഴൽ പോലെ ആ റോഡ് കാണാമെന്നല്ലാതെ. ഞാൻ പറഞ്ഞു, എന്നോട് ആരും വരണ്ട, ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ പോയി അല്പം ദൂരെ ഇവരുടെ കണ്ണിൽ നിന്നും മാറിയെന്ന് എനിക്ക് ബോധ്യമായപ്പോൾ ഞാൻ ഓടാൻ തുടങ്ങി. ഞാൻ ഓടിച്ചെന്ന് ഈ കാട്ടിനുള്ളിൽ വളർന്ന് പന്തലിച്ച് നിലം മുറ്റി ചാഞ്ഞു കിടക്കുന്ന മരച്ചില്ലകൾക്കിടയിൽ അന്ധകാരത്തിനുള്ളിൽ പോയി ഞാൻ പതുങ്ങി വിറച്ച് മരണഭീതി പൂണ്ട ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഓടി വന്ന ഒരു ട്രക്ക്, ആ ട്രക്കിൻ്റെ വെളിച്ചത്തിൽ റോഡിലെല്ലാം നോക്കിയപ്പോൾ
പുറമെ ആരും വരുന്നില്ല, പുറകെ ആരും വരുന്നില്ല എന്നുള്ള ബോധ്യമായപ്പോൾ ഞാൻ ആ കൂരിരുട്ടിൽ നിന്ന് ചാടി ഇറങ്ങുക ചെയ്യുന്നത്. ചാടി ഓടി ഇറങ്ങുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനം നഷ്ടപ്പെട്ട് ഭൂതഗ്രസ്തനായി ഭ്രാന്തനായി വിശാഖപട്ടണം തെരുവിലേക്ക് ഇറങ്ങിയ ഞാൻ 5 ദിനരാത്രങ്ങൾ വിശാഖപട്ടണം കോർപ്പറേഷൻ സിറ്റി കണ്ണു തുറന്ന് മെയിൻ റോഡിൻ്റെ സൈഡിലൂടെ നടക്കുമ്പോൾ തന്നെ ഭീകരമായ ദർശനങ്ങൾ കടിമപ്പെട്ട് അലറി വിളിച്ച് സുബോധഹീനനാക്കി 100 കണക്കിന് വാഹനങ്ങളുടെ മുമ്പിൽ ശത്രുവായ സാത്താൻ വലിച്ചെറിയും. അവിടെ നിന്നെല്ലാം ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. 5-ാമത്തെ ദിവസം വൈകുന്നേര സമയം കിങ് ജോർജ് ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന മെഡിക്കൽ കോളേജിൻ്റെ വെളുപ്പാൻ കാലത്ത് അതിൻ്റെ കോമ്പൗണ്ടിൽ കടന്നു ചെന്ന ഞാൻ ഔട്ട് പേഷ്യൻറ്റിൻ്റെ കൗണ്ടറും തുറക്കുന്നത് അവിടെ സിമൻറ്റ് ബെഞ്ചിൽ ഞാൻ കാത്തിരുന്നു. അല്ലെങ്കിൽ അവിടെ മലേറിയ മൂർച്ഛിച്ച് ഇത് അലറി വിളിച്ചോ എന്തെന്ന് എനിക്കറിയില്ല. മയങ്ങിപ്പോയ അബോധാവസ്ഥയിലായി പോയ ഞാൻ വൈകുന്നേരം 6 മണിക്കാണ് ബോധമുണരുന്നത്. 6 മണിക്ക് ബോധമുണർന്ന ഞാൻ വിശാഖപട്ടണം ബീച്ച് റോഡിലൂടെ ദൈവാത്മാവിനെ നേരെ നടത്തുകയാണ്. അങ്ങനെ ദൂരെ കണ്ട വലിയൊരു കെട്ടിടവും 2 നില കെട്ടിടവും അതിൻ്റെ മേളിൽ കണ്ട ഒരു പ്രതിമയും അതിന് ചുറ്റുമുള്ളതായ ഉദ്യാനവും ആ കെട്ടിടത്തിൻ്റെ രൂപവും കണ്ട് അതെന്താണെന്ന് അറിയുവാനുള്ള ആകാംക്ഷയോടുകൂടി മെയിൻ ഗേറ്റിൻ്റെ അടുക്കലേക്ക് നടന്നു ചെന്ന് ഞാൻ അപ്പോഴേക്കും മലേറിയ മൂർച്ഛിച്ച് അർദ്ധബോധാവസ്ഥയിലെത്തി. പ്രായമുള്ള ഒരു കന്യാസ്ത്രീ മനസ്സലിഞ്ഞു. സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ മേരിക്കുന്ന് വിശാഖപട്ടണം എന്ന് അതിൻ്റെ വോട്ട് വായിച്ചു. അകത്ത് അഡ്മിറ്റ് ചെയ്ത് എന്നെ അവിടുത്തെ ജനറൽ വാർഡിൻ്റെ സൂപ്രണ്ടായിരുന്ന സിസ്റ്റർ ജോസഫിൻ, 85 വയസ്സിലധികം പ്രായമുണ്ടായിരുന്നു. അവരെന്നെ ഒരമ്മയെക്കാളധികം സ്നേഹിച്ചു. ഒരു വസ്തിയും ത്വക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭൂതഗ്രസ്തനാകുന്നതിന് മുമ്പ് എന്നെ കണ്ടിരുന്നവർക്കാർക്കും എന്നെ കണ്ടാൽ തിരിച്ചറിയുവാൻ കഴിയാത്ത നിലവാരത്തിൽ എൻ്റെ കണ്ണ് രണ്ടും പുറത്തേക്കുന്തി, ഞരമ്പെല്ലാം വലിഞ്ഞു മുറുകി, ഭീതിതമായിരുന്ന എൻ്റെ മുഖഭാവം കാണുന്ന രോഗികളൊന്നും അടുത്ത് കിടക്കുവാൻ ധൈര്യപ്പെടാത്തതുകൊണ്ട് സുബോധമില്ലായ്മയിൽ കഫം കെട്ടി തൊണ്ടയടയുമ്പോൾ പലപ്പോഴും കാർക്കിച്ച് തുപ്പിയിരുന്നതുകൊണ്ട് എൻ്റെ ബെഡ് വാർഡിന് വെളിയിൽ വരാന്തയിൽ ബാത്റൂമിൻ്റെ സൈഡിലാക്കി കൊണ്ടുപോയി സിസ്റ്റർ ജോസഫിനിട്ടു. അങ്ങനെ പകൽ ഇവർ വിചാരിക്കും ഇന്ന് തീരും, സന്ധ്യയ്ക്ക് വിചാരിക്കും ഇന്ന് രാത്രി തീരും. പണ്ടാരോ പറഞ്ഞമാരോ ചാകത്തുമില്ല കട്ടിലൊഴിയത്തുമില്ലെന്ന് പറഞ്ഞാൽ ആഴ്ചകൾ കടന്നുപോയി. 1-2 ആഴ്ചകൾ കഴിഞ്ഞതോടെ എൻ്റെ ദർശനത്തിന് വ്യതിയാനം വരുവാൻ തുടങ്ങി. ഭീകരമായ ദർശനങ്ങൾക്കിടയിലിടയിൽ നല്ല ദർശനം എന്ന് പറഞ്ഞാൽ ചെറുപ്രായത്തിൽ ഞാൻ പഠിച്ച ദൈവത്തിൻ്റെ വചനം ദർശനങ്ങളിലൂടെ തിരുവചന സത്യങ്ങൾ ദൈവാത്മാവിൻ്റെ അന്തരംഗത്തിൽ പ്രകാശിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അറിയാത്ത നാളുകളിലും നാഴികളിലും എൻ്റെ അന്തരംഗത്തിൽ വിശ്വാസം ഉടലെടുക്കുവാൻ തുടങ്ങി. അതോടുകൂടി ശത്രുവായ സാത്താനും വളരെയധികം പിടിമുറുക്കി. ഒരു ദിവസം ഒരു വസ്തിയും തൊക്കും മാത്രമേ ഉള്ളൂ, എഴുന്നേൽക്കുവാൻ ശേഷിയില്ല. വെള്ളം കുടിച്ചിട്ട് ആഴ്ചകളായി, ഭക്ഷണം കഴിച്ചിട്ട് മാസത്തോളമായി. നിർജീവമായ എൻ്റെ ശരീരം ഒരിക്കലും രക്ഷപ്പെടുമെന്ന് അറിയില്ലായിരുന്നു. ഈ സിസ്റ്റർ ജോസഫിൻ പിന്നീട് പറഞ്ഞറിഞ്ഞ കാര്യമാണ്. അവർക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു അന്ത്യകൂദാശയൊക്കെ തന്ന് നല്ലൊരു മരണത്തിലേക്ക് എനിക്ക് നടത്തണം. റോമൻ കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് എനിക്കറിയില്ല. ഒരു ദിവസം വൈകുന്നേരം എൻ്റെ അന്തരംഗത്തിൽ വിശ്വാസം ഉടലെടുക്കുവാൻ തുടങ്ങിയതോടെ സാത്താനും വളരെയധികം പിടിമുറുക്കി. ഒരു ദിവസം വൈകുന്നേരം ഭീതിതമായ ദർശനം കണ്ട് അലറി വിളിച്ച് ചാടി എഴുന്നേറ്റ സമയത്ത് 8-10 ചെറുപ്പക്കാർ എന്നെ എങ്ങനെയോ ഞാൻ ഗ്രില്ല് തുറന്ന് പുറത്ത് ചാടി അടുത്തുള്ള കടലിലെടുത്ത് ചാടി ജീവനൊടുക്കുവാൻ പരിശ്രമിച്ച സമയത്ത് വട്ടമിട്ട് പിടിച്ച സമയത്ത് ഞാനൊരു കുടച്ചിൽ കുടഞ്ഞപ്പോൾ അവർ തെറിച്ച് താഴെ പോയി. അതിലൊരു സഹോദരൻ്റെ തലയെന്ന് ഭിത്തിയിൽ ശക്തമായിട്ട് ഇടിച്ചു. പെട്ടെന്ന് കോപിഷ്ഠനായ സഹോദരൻ ഒരു കട്ടിലിൻ്റെ കാലെടുത്ത് എൻ്റെ കൈത്തണ്ടിനെ ആഞ്ഞടിച്ചു. ഭൂതഗ്രസ്തനെങ്കിലും മുഴച്ചു വന്ന കൈത്തണ്ടിലേക്കും ഈ സഹോദരൻ്റെ മുഖത്തേക്കും നോക്കി. ഞാൻ ചോദിച്ചു എന്തോ വേണം. ആ സഹോദരൻ പുറകിലേക്ക് മാറി. ഞാൻ ചോദിച്ചു, അപ്പോൾ അടുത്തുള്ള സഹോദരൻ പറഞ്ഞു പോയി കിടക്കണം. ഞാൻ പറഞ്ഞു പോയി കിടന്നോളാം, ഹല്ലേലൂയ, നിങ്ങൾ മാറി നിന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നെ തുടരുതെന്ന് പറഞ്ഞു. അവർ മാറി നിന്നു. ഞാൻ പോയി കിടന്നു. സിസ്റ്റർ ജോസഫിൻ ഓടി വന്നു. അപകടകരമായ നിലയിൽ മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്തിട്ടും മയക്കുവാനാവാതെ അവരവിടെ നിന്ന് സ്പെഷ്യൽ വാർഡിൽ അമേരിക്കൻ നിർമ്മിതമായിട്ട് ഡ്രഗ് അഡിക്ട്സിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു സ്പെഷ്യൽ മയക്കുമരുന്ന് കൊണ്ടുവന്ന് എന്നെ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ നാടി ഞരമ്പുകളെല്ലാം തളർന്ന് ഞാൻ അങ്ങനെ കിടക്കുമ്പോൾ
ഒരു പ്രായമുള്ള കന്യാസ്ത്രീകൾ 5-8 പേര് കൂടി വന്നു. 5-8 പേര് കൂടി വന്ന് ഒരു പൂ പോലുള്ളൊരു ചരട്, റോമൻ കാത്തലിക്ക വിശ്വാസത്തെക്കുറിച്ച് എനിക്കറിയില്ല, ഞാൻ മർത്തോമ കുടുംബത്തിലാണല്ലോ ജനിച്ചു വളർന്നത്. ഒരു പൂ പോലുള്ളൊരു ചരട് കൊണ്ടെന്ന് കുറേ നേരം പ്രാർത്ഥിച്ച് എൻ്റെ കയ്യെ കെട്ടി. പെട്ടെന്ന് എന്നിലുള്ള പൈശാചിക ശക്തി ഉണർന്നു. ഈ ചരട് വലിച്ചു പൊട്ടിച്ച് ദൂരെ കളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വലിയൊരു വെന്തിങ്ങിയ മാല, ക്രൂശിത രൂപമൊക്കെയുള്ള ഒരു വെന്തിങ്ങിയ മാല കൊണ്ടെന്ന് കുറേ നേരം പ്രാർത്ഥിച്ചിട്ട്, ഹല്ലേലൂയ ജപമാല എന്നൊക്കെ പറയും, അത് കൊണ്ടുവന്ന് എൻ്റെ കഴുത്തിന് കെട്ടി. ഞാൻ പെട്ടെന്ന് എന്നിലുള്ള പൈശാചിക ശക്തി ഉണർന്നു. ഇത്രയും മയക്കുമരുന്നിൻ്റെ ശക്തിയിൽ കിടക്കുന്ന ഹല്ലേലൂയ എൻ്റെ പൈശാചിക ശക്തി ഉണർന്ന് ഈ ക്രൂശിലേക്കും ക്രൂശിത രൂപത്തിലേക്കും ഈ സിസ്റ്റർ ജോസഫിൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, പെന്തക്കോസ്ത് കൂട്ടായ്മകളുടെ മധ്യത്തിൽ വളർന്നു വന്ന പിശാച. ഇതിന് ക്രൂശെന്നോ ക്രൂശിത രൂപമെന്നോ ഏതാണ്ട് പേടിയുണ്ടോ? ഈ ജപമാല വലിച്ചു പൊട്ടിച്ചു, തുണ്ടം തുണ്ടമായിട്ട് വലിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്ക് ഈ കന്യാസ്ത്രീകൾ ഓരോരുത്തരായിട്ട് മടങ്ങിപ്പോയി. അവസാന സിസ്റ്റർ ജോസഫിൻ മാത്രം എൻ്റെ മരണം പ്രതീക്ഷിച്ച് രാത്രി 11:30 വരെ എൻ്റെ കിടക്കക്കരികിൽ കാത്തിരുന്നു. 11:30 എനിക്കൊരു വ്യത്യാസം കാണാതെ നൈറ്റ് ഡ്യൂട്ടി നേഴ്സിനെ വിളിച്ച് ജോണിന് എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടാൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് ഈ വിഷയങ്ങളൊക്കെ ഞാൻ പിന്നീട് അറിയുന്നതാണ്. എനിക്ക് സൗഖ്യം ലഭിച്ചതിന് ശേഷം അവരുടെ ക്വാർട്ടേഴ്സിലേക്ക് കടന്നുപോയി ആ മാതാവ് പിന്നീട് പറഞ്ഞറിഞ്ഞ കാര്യമാണ്, അവർക്ക് ഉറക്കം വന്നില്ല. അവരറിഞ്ഞ വിശ്വാസത്തിനനുസരിച്ച് ഒരു ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മരണത്തിൻ്റെ വിളിയും പ്രതീക്ഷിച്ച് കാത്തിരുന്ന എന്നെ അവർ ഏകദേശം 4:30 മണിയോടടുത്ത സമയം. അപ്പോൾ ഇതിനോടകം അവർ കടന്നുപോയതിനു ശേഷം ആഴ്ചകളായി എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ദൈവിക ദർശനത്തിൻ്റെ തുടർച്ച എന്നവണ്ണം അന്ന് ശക്തമായ ദൈവിക ദർശനം ലഭിക്കുകയും ആഴ്ചകളായി എൻ്റെ അന്തരാത്മാവിൽ ഉടലെടുത്തുകൊണ്ടിരുന്ന വിശ്വാസം രൂഢമൂലമാകുവാൻ സർവശക്തനായ ഒരു ദൈവമുണ്ട്. സകല മാനവജാതിക്കും വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്ത കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവുണ്ട്. ഉറച്ച ബോധ്യത്തിൽ എൻ്റെ അന്തരംഗം വിലപിക്കുവാൻ തുടങ്ങി. ദൈവമേ, ഞാൻ എൻ്റെ ഹല്ലേലൂയ ഒരു ജീവിതം നശിപ്പിച്ചു, എൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനം ഞാൻ നഷ്ടപ്പെടുത്തി. ഇനി എനിക്കൊരു ജീവിതം തന്നാൽ, എൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനം മടക്കി തന്നാൽ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. പെട്ടെന്ന് മിന്നലിനെ വെല്ലുന്ന വലിയൊരു പ്രകാശം എൻ്റെ തലയിലേക്ക് പാഞ്ഞിറങ്ങി. പെട്ടെന്ന് തലയെ ബന്ധിച്ചിട്ടിരുന്ന വലിയൊരു കെട്ട് പൊട്ടിയഴിയുന്നത് പോലെ പെട്ടെന്ന് എൻ്റെ തലച്ചോറ് പ്രവർത്തനക്ഷമമായി. ഞാനായിരിക്കുന്ന മരണാസന്നമായ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്, ഞാനായിരിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ബോധവാനായെങ്കിലും തലേ ദിവസം തന്ന ശക്തമായ മയക്കുമരുന്നിൻ്റെ ശക്തിയിൽ വീണ്ടും മയക്കത്തിലേക്ക് ഉറക്കത്തിലേക്ക് മാറ്റപ്പെട്ട എന്നെ 4:30 സമയം എൻ്റെ മരണത്തിൻ്റെ വിളിയും പ്രതീക്ഷിച്ച് കാത്തിരുന്ന സിസ്റ്റർ ജോസഫിൻ എനിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷയോടെ, ആ ഹോസ്പിറ്റലിനകത്ത് പള്ളിയുണ്ട്, 5 മണിക്ക് പ്രഭാത കുർബാനയുണ്ട്. 5 മണിക്ക് പ്രഭാത കുർബാന കൈക്കൊള്ളാതെ ഒരിക്കലും ഡ്യൂട്ടിക്ക് കടന്നു വരാത്ത ആ മാതാവ് ഓടി എൻ്റെ കിടക്കക്കരികിലേക്ക് 4:30 മണി അടുത്തായ സമയം വരുമ്പോൾ വന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി അവർ അത്ഭുത പരതന്ത്രയായി ഉറക്കെ നൈറ്റ് ഡ്യൂട്ടി നേഴ്സിനെ വിളിക്കുകയാണ്. ഇവരുടെ ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ ഉറക്കത്തിൽ നിന്നും മയക്കത്തിൽ നിന്നും ഉണർന്നെങ്കിലും തലേ ദിവസം തന്ന ശക്തമായ മയക്കുമരുന്നിൻ്റെ ശക്തിയിൽ എനിക്ക് കൺപോള വലിച്ചു തുറക്കുവാൻ കഴിഞ്ഞില്ല. കാരണം പുറത്തേക്കൊന്നി ഇവരെന്നിൽ കണ്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പുറത്തേക്കൊന്നിരുന്ന കണ്ണ് രണ്ടും ഉള്ളിലേക്ക് താണു, വലിഞ്ഞു മുറുകിയിരുന്ന ഞരമ്പെല്ലാം അഴഞ്ഞു, ഭീകരമായിരുന്ന മുഖഭാവം മാറി സുഷ്മേരവതനായി പുഞ്ചിരിയോടെ ദൈവിക ദർശനവും കണ്ട് മയങ്ങിക്കിടക്കുന്ന എന്നെ കണ്ടപ്പോൾ ഈ സിസ്റ്റർ ജോസഫിന് ഒരു കാര്യം മനസ്സിലായി, എനിക്ക് സൗഖ്യമായി. അത്ഭുതത്തോടെ നൈറ്റ് ഡ്യൂട്ടി നേഴ്സിനെ ഉറക്കെ വിളിച്ചപ്പോൾ അസമയത്ത് കർശനക്കാർത്തിയായ സൂപ്രണ്ടിൻ്റെ വിളി കേട്ട് ഹല്ലേലൂയ മയങ്ങിക്കിടന്ന ഡ്യൂട്ടിയെല്ലാം തീർത്ത് മയങ്ങിയിരുന്ന ആ സഹോദരി ചാടി എഴുന്നേറ്റ് ഓടി വന്നു. ഓടി വന്നപ്പോൾ ഇവർ ചോദിച്ചു, ജോണിനെന്തോ സംഭവിച്ചു? അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി നേഴ്സ് പറഞ്ഞു, ഞാൻ 12:30 കടന്നു വന്ന് നോക്കിയപ്പോൾ ഒരു വ്യത്യാസവും കൂടാതെ കിടക്കുന്ന കണ്ട് ഒരു 3:30 എൻ്റെ ഡ്യൂട്ടിയെല്ലാം തീർത്ത് കടന്നു വന്ന് നോക്കിയപ്പോൾ മുഖഭാവമൊക്കെ മാറി സുഖമായി കിടന്നുറങ്ങുന്നത് കണ്ടു. എന്ത് സംഭവിച്ചു എന്നെനിക്കറിയില്ല.
എനിക്കറിയില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ കൺപോള വലിച്ചു തുറന്ന് ഈ സിസ്റ്റർ ജോസഫിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു നിഴല് പോലെ എനിക്കൊരു ഓർമ്മ. ആഴ്ചകളായി എൻ്റെ കിടക്കക്കരിയിൽ നിന്ന് എനിക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്ത മാതാവാണല്ലോ എന്നുള്ള തിരിച്ചറിവിൽ ഞാൻ എഴുന്നേൽക്കുവാൻ ശ്രമിച്ചെങ്കിലും എഴുന്നേൽക്കുവാൻ എൻ്റെ ശരീരം ശക്തമായിരുന്നില്ല. കിടന്നുകൊള്ളുവാൻ ആംഗ്യം കാണിച്ചിട്ട് അവർ എൻ്റെ തോളിലേക്ക് കൈവച്ച് കിടന്നുകൊള്ളുവാൻ ആംഗ്യം കാണിച്ചതിന് ശേഷം തല ചായ്ച്ച് എന്നോട് ചോദിച്ചു, ജോണെ ഇപ്പം എങ്ങനെയുണ്ട്? അവരെ അമ്മയെന്ന് വിളിക്കാനായി തോന്നിയത്. തുടർന്ന് അനേകം മാസങ്ങൾ എൻ്റെ ശാരീരിക മാനസിക ആരോഗ്യം വീണ്ടെടുക്കുവാൻ ഞാൻ അവരുടെ ശുശ്രൂഷയിലായിരുന്ന നാളുകളൊക്കെ അവരെ അമ്മയെന്നാണ് വിളിച്ചിരുന്നത്. ചില വർഷങ്ങൾക്ക് ശേഷം അന്വേഷിച്ച് കടന്നു ചെന്നിട്ട് അവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അന്ന് തന്നെ അവർ വയോധികയായിരുന്നു. അതിനവരോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വളരെ സുഖമുണ്ട്. അപ്പോൾ ആ കന്യാസ്ത്രീ പറഞ്ഞ വാക്കുകൾ പീഡനങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും എല്ലാ പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ ജാതി യേശു എന്ന നാമം കേട്ടിട്ടില്ലാത്ത ജനവർഗങ്ങളുടെ ഇടയിലുള്ള ശുശ്രൂഷയിൽ അതെന്നെ ഇന്നും ധൈര്യപ്പെടുത്താറുണ്ട്. അവർ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: ജോണിനെ സൗഖ്യമാക്കിയത് ഞങ്ങളുടെ ശുശ്രൂഷകളോ മരുന്നുകളോ ഒന്നുമല്ല, ജോണിനെ സൗഖ്യമാക്കിയ ദൈവമാണ്. ആ കന്യാസ്ത്രീ അടുത്ത വാക്യപ്രകാരമാണ് പറഞ്ഞത്, ജോണിനെ സൗഖ്യമാക്കിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ജോണിനറിയാം, ആ ദൈവത്തിനും അറിയാം. ആ ദൈവത്തെ ഒരിക്കലും മറക്കരുതെന്ന് പറഞ്ഞു. ഇല്ലമ്മേ എന്ന് പറഞ്ഞു. എൻ്റെ കണ്ണുകൾ കവിഞ്ഞൊഴുകി. അവരെൻ്റെ കണ്ണുനീർ തുടച്ചതിന് ശേഷം തലയിൽ കൈവച്ച് ആശീർവദിച്ചതിന് ശേഷം നൈറ്റ് ഡ്യൂട്ടി നേഴ്സിനെ കൊണ്ട് സ്ലിപ്പ് വരുത്തി എൻ്റെ തൊണ്ട തുറക്കുവാനും, കാരണം എൻ്റെ ജീവനിൽ അവർക്ക് ആശയുണ്ടായി. എൻ്റെ തൊണ്ട തുറക്കുവാനും എൻ്റെ ശരീരത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ കുറിച്ചു. എനിക്ക് എൻ്റെ തലച്ചോറ് പ്രവർത്തനക്ഷമമായി. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചു. അന്ധകാര ശക്തിയുടെ ബന്ധനം എൻ്റെ ശരീരത്തെ വിട്ടുമാറി എന്ന് പറഞ്ഞാലും എൻ്റെ പേഴ്സണാലിറ്റി പൂർണ്ണമായും എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. പഴയകാല ഓർമ്മകൾ പൂർണ്ണമായും എൻ്റെ തലച്ചോറിൽ നിന്നും മായ്ക്കപ്പെട്ടിരുന്നു. എൻ്റെ അപ്പനാരാ, അമ്മയാരാ, എൻ്റെ കുടുംബമേതാ, എന്താ എൻ്റെ ചരിത്രം, ഞാൻ ആരാ, യാതൊരു ഓർമ്മകളും എൻ്റെ തലച്ചോറിൽ അവശേഷിച്ചിരുന്നില്ല. പെതുക്കെ സിസ്റ്റർ ജോസഫിൻ്റെ പരിചരണത്തെ തുടർന്ന് വെള്ളം കുടിക്കുവാൻ തുടങ്ങി, ജ്യൂസുകൾ കുടിക്കുവാൻ തുടങ്ങി, പാല് കുടിക്കാൻ തുടങ്ങി. വീൽ ചെയറിലും എഴുന്നേറ്റ് നടക്കുവാൻ ആരംഭിച്ചതോടെ അവർ വാർഡിനുള്ളിൽ സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി. ആ ഹോസ്പിറ്റലിലേക്കും പ്രഗത്ഭയായ ഒരു നേഴ്സിനെ എൻ്റെ മാനസികമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചു. അപ്പോൾ ജനിച്ച കുഞ്ഞിനെ പോലെ എന്തെന്നില്ലാത്ത ദൈവിക സന്തോഷവും സമാധാനവും നിഷ്കളങ്കതയും ഒക്കെ ഞാൻ അനുഭവിച്ചു. അന്ന് അനുഭവിച്ച സന്തോഷം കാരണം ഇന്ന് എൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ നിലവുകളെയും ചിന്തകളെയും ക്രിസ്തുവേശുവിൽ കാക്കപ്പെടണമെന്ന്. പലപ്പോഴും ബുദ്ധി ഇല്ലാതാവുമ്പോഴേ ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം ഇപ്പോഴും ആണെങ്കിലും ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞ ആത്മാവിൻ്റെ നിറവിൽ നടക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ആത്മീയ സാന്നിധ്യത്തിൽ നടക്കുമ്പോൾ. എന്നാലും പലപ്പോഴും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായി കൂട്ടിമുട്ടുമ്പോൾ നമ്മുടെ സമാധാനം ബുദ്ധിയുള്ളവർക്ക് പലപ്പോഴും അല്പം ഭാരമുണ്ടല്ലോ. അതുകൊണ്ടാണ് കർത്താവ് അവസാനമായിട്ട് പറഞ്ഞത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വീട്ടിൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. സകല ഭാരവും എൻ്റെ മേൽ അർപ്പിച്ചു കൊള്ളുക എന്ന് പറയുന്ന കർത്താവിൽ നമുക്ക് എത്രമാത്രം ഭാരം അർപ്പിക്കാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും ഞാൻ അമേരിക്ക സ്വർഗമാണെന്നൊക്കെ കേട്ടിരുന്നത്. പക്ഷേ അമേരിക്ക വന്നപ്പോഴേ എനിക്കറിഞ്ഞ് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും കൂടുതൽ ദുഃഖിതരും ഭാരപ്പെടുന്നവരും അമേരിക്കയിലാണ്. കാരണം ഞങ്ങളുടെ ജനത്തൊക്കെ അജ്ഞതയിലും അന്ധതയിലും ആയിരിക്കുന്ന ദൈവജനം ദൈവത്തിൻ്റെ വിടുതലിൻ്റെ രക്ഷയുടെ സൗഖ്യത്തിൻ്റെ സന്തോഷം അനുഭവിച്ച് ദൈവഭാഗത്ത് വരുമ്പോൾ അവരിൽ കാണുന്ന ആ ദൈവിക സമാധാനവും സന്തോഷവും അനേക വർഷങ്ങളായിട്ട് ദൈവത്തെ സേവിച്ചിട്ട് ഈ ലോകത്തിലെ പല നന്മകളും അവരെക്കാൾ അധികം പല നന്മകളും അനുഭവിച്ചിട്ടും കൈവരിപ്പാൻ കഴിയാത്ത ദൈവത്തിൻ്റെ സമാധാനം. അന്ന് എൻ്റെ നിലവുകളെയെല്ലാം ബുദ്ധിയില്ലാത്തതുകൊണ്ട് ബുദ്ധിയെ കവിയുന്ന ഒരു സമാധാനമെന്ന് പറയാൻ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ഏതായാലും ഒരു സിസ്റ്ററിൻ്റെ നിരന്തരമായ മാനസികമായ ശുശ്രൂഷയെ തുടർന്ന് അവരെന്നെ കൊണ്ട് ചെറിയ ജോലികളൊക്കെ ചെയ്യിക്കും, പുറത്ത് ഗാർഡനിലൊക്കെ ഇറക്കിയിട്ട് വഴികളൊക്കെ കാണിക്കും, ഏത് വഴി കൂടെ വന്നത് എങ്ങനെ വന്നെന്നൊക്കെ. അങ്ങനെ നിരന്തരമായ ഏകദേശം എനിക്ക് തോന്നുന്നു എൻ്റെ തലച്ചോറ്
ബോധം ലഭിച്ചതിന് ശേഷം ഏകദേശം 1.5 മാസങ്ങൾക്ക് ശേഷമാണ് അല്ലിയ പഴയകാല ഓർമ്മകളെല്ലാം മടക്കി ലഭിച്ചത്. അതോടുകൂടി അമ്മയ്ക്കും എൻ്റെ അല്ലിയ സുവിശേഷ വേലയിൽ അന്ന് പൂർണ്ണസമയം ആയിരുന്ന എൻ്റെ മൂത്ത സഹോദരിക്കുമൊക്കെ അല്ലിയ ഞാൻ ലെറ്റർ അയച്ചു. പിന്നീടും പൂർണ്ണസമയമായിരുന്നു അന്ന് അവിവാഹിതയായി അല്ലിയ സേവനം അനുഷ്ഠിച്ചിരുന്നത്. എനിക്കൊക്കെ ലെറ്റർ അയച്ചു. ഞാൻ മരണാസന്നായിരുന്നു, നിങ്ങൾ ഭാരപ്പെടേണ്ട, ദൈവം എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ഞാൻ ദൈവവചനം പഠിക്കുവാൻ, ദൈവവേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതോടുകൂടി പണമൊക്കെ അയച്ചു തന്നെങ്കിലും സിസ്റ്റർ ജോസഫിൻ വിട്ടില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം ഏതാണെന്നറിയില്ല. ഞാനിവിടെ സമാപിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം ഏതാണെന്ന് അറിയില്ല. 1900 യഥാർത്ഥ രക്ഷ, അവസാനത്തെ രക്ഷ, അവസാനത്തെ എൻകൗണ്ടർ ദിവസം ഐ ഡോണ്ട് നോ. അത് 1984 ഹല്ലേലൂയ ജൂലൈ 15-ാം തീയതി ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ എന്നെ നവംബർ അവസാന വാരത്തിൽ ഹല്ലേലൂയ വാൾട്ടയർ സ്റ്റേഷനിൽ വന്ന് സിസ്റ്റർ ജോസഫിനും കൂട്ടുകാരും ഒരുമിച്ച് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത എന്നെ യാത്ര അയക്കുമ്പോൾ ആ മാതാവ് എന്നോടൊരു കാര്യം പറഞ്ഞു, ജോണേ, നീ വടക്കേ ഇന്ത്യക്കൊന്നും വരരുത്. കുറഞ്ഞത് 1 വർഷം തലച്ചോറിന് റെസ്റ്റ് കൊടുക്കണം, 6 മാസം അല്ലെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം. പക്ഷെ ആ മാതാവിന് അറിയില്ലായിരുന്നു ദൈവം എന്നെ ദർശനങ്ങളിലൂടെ വിശ്വാസത്തിലേക്ക്, സൗഖ്യത്തിലേക്ക് നടത്തിയ നാളിൽ എനിക്കൊരു ദർശനം തന്നു. നീ എൻ്റെ നാമത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത, ഒരു സുവിശേഷകന്റെ പോലും പാദസ്പർശനം ഏറ്റിട്ടില്ലാത്ത വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ കടന്നുപോയി എൻ്റെ സാക്ഷ്യം നിർവഹിക്കണം. അങ്ങനെ നാട്ടിലേക്ക് കടന്നു വന്നു. തുറന്ന് ദൈവവചനം പഠിച്ച് ഹല്ലേലൂയ 2 വർഷത്തെ പഠനമേ ചെയ്തുള്ളൂ. BTH കോഴ്സായിരുന്നു. എൻ്റെ പ്രിൻസിപ്പളായിരുന്ന VG മാത്യു സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് BTH ഒന്നും വേണ്ട, ജാതികളോട് സുവിശേഷം അറിയിക്കാനാണ് എന്ന് പറഞ്ഞ് 2ാമത്തെ വർഷത്തിൽ ഡിപ്ലോമയും വാങ്ങി ഗ്രാജുവേഷനും എടുത്ത് 87 ഏപ്രിൽ 1 കാശ്മീരിൽ ഉഗ്രവാദികളുടെ കരങ്ങളിലായിരിക്കുന്ന ഡോഡ ഡിസ്ട്രിക്റ്റിൽ കടന്നു ചെന്നു. അതിനുശേഷം 89 നാട്ടിൽ ചെന്നു. വിവാഹിതനായ ശേഷം വടക്ക് പടിഞ്ഞാറൻ രാജസ്ഥാനിലേക്ക് ദൈവാത്മാവിനെ നിയോഗിച്ചു. എനിക്ക് ബോധ്യമായി വർഷങ്ങൾക്കുള്ളിൽ ആ പ്രദേശത്തിനായിട്ടാണ് ദൈവം എന്നെ ഒരുക്കിയത്. നീണ്ട 35 വർഷങ്ങളായി രാജസ്ഥാൻ്റെ പ്രദേശങ്ങളായിരിക്കുന്നു. ഇപ്പോൾ 150-ലധികം ഹല്ലേലൂയ ഹൗസ് ചർച്ചസ് ഉണ്ട്. 52 സുവിശേഷകർ എന്നോടൊപ്പം ഹല്ലേലൂയ പ്രവർത്തിക്കുന്നുണ്ട്. ഗുഡ് ന്യൂസ് ഫോർ ഇന്ത്യ എന്നുള്ള പേരിൽ പ്രവർത്തിച്ചു. 2014 ഹല്ലേലൂയ ചർച്ച ഗോഡ് അൺറീച്ച്ഡ് പീപ്പിൾ ഗ്രൂപ്പ്സ് വേൾഡ് മിഷൻ ആരംഭിച്ച സമയത്ത് ഹല്ലേലൂയ ഒരു ഡിസ്ട്രിക്റ്റാക്കി ചർച്ച കോഡുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ ഈ പ്രവർത്തനങ്ങൾ കൂടാതെ ഞങ്ങൾ 2004 മുതൽ ഹൗസ് ഹല്ലേലൂയ ചിൽഡ്രൻസ് ഹോം നടത്തുന്നുണ്ട്. 2009 മുതൽ ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് നടത്തുന്നുണ്ട്. 2010 മുതൽ 40 ദിവസത്തെ ക്യാമ്പുകൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർക്കും ഭൂതഗ്രസ്തർക്കും ഒക്കെ അല്ലെങ്കിൽ താമസിപ്പിച്ച് വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം 40 ദിവസത്തെ ഹല്ലേലൂയ ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ നടത്തുന്നുണ്ട്. ഹല്ലേലൂയ അതുകൂടാതെ ഒരു 3.25 ഏക്കർ വസ്തു വാങ്ങി ക്രിസ്തു ശിഷ്യാശ്രമം എന്ന പേരിൽ, മസി ശിഷ്യാശ്രമം എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്, എന്ന പേരിൽ ഒരു ആശ്രമം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെ വടക്കേ ഇന്ത്യയിലുള്ള ഗ്രാമങ്ങളിലുള്ള പ്രവർത്തികൾ കാണുവാനും കേൾക്കുവാനും അതിലുള്ള പങ്കാളിത്തം പ്രാപിപ്പാനും ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കുമൊക്കെ രാജസ്ഥാനിൽ കടന്നു വരുവാനും പ്രവർത്തികളിൽ പങ്കാളികളായി തീരുവാനും അവസരമുണ്ട്. ദൈവം അനുവദിക്കുന്നെങ്കിൽ വേറൊരു സമയത്ത് ഹല്ലേലൂയ മിഷൻ ഫീൽഡുകളിലുള്ള അനുഭവങ്ങൾ, പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ദൈവം വാഗ്ദത്തങ്ങൾ തന്ന് നിലനിർത്തിയത്, തലമുറകളെ തന്നത്, തലമുറകളെ ഹല്ലേലൂയ പാലിച്ചത്, തലമുറകളെ ആദരിച്ചത്, 3 കുഞ്ഞുങ്ങളെ മരുഭൂമിയിൽ മണലാരണ്യത്തിൽ തന്നു. ഹല്ലേലൂയ അവരെ 3 പേരും ഒന്നുമില്ലായ്മയിൽ വിദ്യാഭ്യാസം ചെയ്യിച്ചതും 2 പെൺമക്കളുടെ വിവാഹം നടന്നതും ഹല്ലേലൂയ മോൻ കുടുംബസ്ഥനായിരിക്കുന്ന ഇപ്പോൾ മിഷണറി പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതും ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങളുടെ നിര തന്നെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അതെല്ലാം വിവരിപ്പാൻ സമയമില്ല. നമുക്ക് ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും ഹല്ലേലൂയ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവേറ്റു അടുത്തിരിക്കുകയാണ്. ലോക സംഭവങ്ങളൊക്കെ അവൻ്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. വടക്കേ ഇന്ത്യയിൽ അനേക ഗ്രാമങ്ങൾ ഒരു സുവിശേഷകന് വേണ്ടി, തങ്ങൾക്ക് വേണ്ടി മരിച്ചവൻ്റെ കുറിച്ചറിയുവാൻ കഴിയാതെ അവലോടെ കാത്തിരിക്കുന്നു. വടക്കേ ഇന്ത്യയിലും നല്ല ലോക സുവിശേഷീകരണ സഭയുടെ ചുമതലയാണ്. ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഉണരാം. കർത്താവിൻ്റെ ദൗത്യം നിറവേറ്റി വരവെങ്കിൽ പ്രതിഫലം പ്രാപിപ്പാൻ ഒരുങ്ങാം. നിത്യരാജ്യത്തിനായി നമ്മെ ചേർപ്പാൻ മണവാളൻ വരുവാൻ കാലമടുത്തിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
സഹിച്ച് സ്വർഗലോകം വെടിഞ്ഞ് താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മാനവജാതിയുടെ ഉദ്ധാരണത്തിന് കാൽവടി ഉയരത്തിൽ യാഗമായി തീർന്ന യേശുവിൻ്റെ സ്നേഹത്തെ കുറിച്ച് കേൾപ്പാൻ ദിവസനിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചതിനായി ദൈവത്തിന് മഹത്വം കരേറ്റാം. വലിയവനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ ശാന്തമേറിയ രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പനേരം അങ്ങയുടെ പാത കൊടുത്തിരുന്ന് പാടുവാന്, പ്രാർത്ഥിപ്പാന്, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ, സ്നേഹത്തെ, കരുതലിനെ, വിടുതലിനെ കുറിച്ച് കേൾപ്പാൻ, ദൈവം ചെയ്ത അത്ഭുത വിടുതലിനെ കുറിച്ച് ചേർത്ത് ദൈവത്തെ മാത്രപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ സാവകാശമൊരിക്കനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസന്മാരെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ച് ഹല്ലേലൂയ, ദൈവം തങ്ങളിൽ കൂടി ചെയ്യുന്ന മഹത്തരമേറിയ ശുശ്രൂഷ അനേർക്ക് ആശ്വാസമായി, അനേർക്ക് വിടുതലായി, അനേക നിത്യരാജ്യത്തിന് ഓരിക്കാരായി തീർക്കുവാൻ തക്കണം. കഴിഞ്ഞ നാളുകളിൽ രാജസ്ഥാൻ പ്രദേശത്ത് ഹല്ലേലൂയ അങ്ങയുടെ മഹത്തരമേറിയ ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ നിലനിർത്തിയതിനായി ആത്മാവിനാൽ നിറച്ച് അനേകരെ കഷ്ടത്തിൽ നിന്ന്, കണ്ണുനീരിൽ നിന്ന് ഹല്ലേലൂയ ദൈവമില്ലാത്ത ജാതികളെ ജീവിക്കുന്ന ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും രക്ഷയിലേക്ക് നയിപ്പാനും കുടുംബമായി ദൈവം സഹായിച്ച ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. താൻ ചെയ്യുന്ന വേലകളെല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാണമേ. കർത്താവേ, കാലവന്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അയച്ചവന്റെ വേല വിശ്വസ്തയോടെ ചെയ്യുവാൻ, പകലുള്ളിടത്തോളം വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവം ഞങ്ങളുടെ ദാസന്മാരെ എല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ വിലദാസനായി സ്തോത്രം. ദാസനെയും നാടിന്റെ പ്രദേശത്ത് ദൈവം ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി ദൈവം സഹായിക്കണമേ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പാൻ ഹല്ലേലൂയ അങ്ങയുടെ വേലക്കാരെല്ലാം ദൈവം ഒരുക്കേണ്ടതിനായി, ശക്തീകരിക്കേണ്ടതിനായി ഞങ്ങളുടെ പ്രാണപ്രിയന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കാൻ ഇനി അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നെങ്കിലോ എന്റെ ഉള്ളത്തിൽ പ്രസാദമില്ലെന്ന് അരുളിച്ചവനായ ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ മാനിച്ച്, ദൈവത്തിന് മാത്രമേ ശുശ്രൂഷ ഹല്ലേലൂയ മുന്തിരിത്തോട്ടത്തിൽ ചെയ്യുവാൻ തക്കണം. ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ശേഷാൽ കർത്താവേ, ഒരാവശ്യങ്ങളുടെ ആയത്താന്റെ പ്രദേശത്ത് അങ്ങയുടെ മഹത്വമേറി ശുശ്രൂഷ ചെയ്യുന്ന ദാസനായി സ്തോത്രം. കുടുംബമായി സഹായിക്കണമേ. തങ്ങളുടെ വേലയുടെ പ്രസ്ഥാനങ്ങളെല്ലാം ഹല്ലേലൂയ ദൈവം സഹായിക്കണമേ. കർത്താവേ, വരുന്ന കാലങ്ങളിൽ അനേകരെ ഹല്ലേലൂയ ദൈവമാമഹത്വത്തിന് വേണ്ടി ഒരുക്കുവാൻ ദൈവം സഹായിക്കണേ. കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോട് ചുരുക്കം. കൊയ്ത്തിന് യജമാനോട് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിനെന്ന് അരുളിച്ചവനായ ദൈവമേ, അങ്ങയുടെ ദാസനെ അപ്രകാരമാക്കിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. വരവനായി ഞങ്ങളെ ഒരുമിച്ചൊരുക്കണം, പ്രത്യാശ നടക്കണം. ഇപ്രകാരം സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. വിശേഷ കർത്താവിൻ്റെ ദാസൻ ജെയിംസ് പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. തന്റെ ദാസന്റെ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്ന പ്രത്യാശയ്ക്കായി, ഹല്ലേലൂയ ദർശനത്തിനായി, കാഴ്ചപ്പാടിനായി, അനേരെ സൂക്ഷിപ്പാൻ, അനേർക്ക് വേണ്ടി ഹല്ലേലൂയ ഇടിഞ്ഞു നിൽപ്പാൻ, അനേരെ ബലപ്പെടുത്തുവാൻ, അനേർക്ക് ആശ്രമമായി തീരുവാൻ ഈ പട്ടണത്തിൽ ദൈവം കഴിഞ്ഞ നാളുകളിൽ നിലനിർത്തിയതിനായി സ്തോത്രം ചെയ്ത് നിർത്താവേ. കുടുംബമായി സഹായിക്കണമേ, വഴികളെ ഒരുക്കണമേ. അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നത് അനുഭവിച്ചറിയുവാൻ ഈ 2024 കുടുംബമായി ദൈവം വിനിയോഗിച്ചതിനായി അപ്പച്ചനെ ബലമുള്ളതിന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കാനായി സ്തോത്രം. സകല മഹത്വവും സകല പൊഴിച്ച മരിക്കട്ടെ. സകലം ഞങ്ങൾക്കായി വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.